ഗൈസ്, ഇന്ന് നമ്മളൊരു ഡ്രാമയുടെ ഫുൾ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഡ്രാമയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ കഥയിലെ നായകനാണെങ്കിൽ ഈ ലവ് എന്ന് പറയുന്നതിനോട് തീരെ വിശ്വാസമില്ലാത്ത, അതൊക്കെ വെറും വേസ്റ്റ് ആണെന്നുള്ളൊരു ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നായിക. അവൾക്ക് ലവ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ്, അതാണ് ഈ ലോകത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൊച്ചാണ്. അപ്പൊ ഹീറോയിനെ ഒരേ ക്ലാസ്സിൽ കൊണ്ടിടുവാണ്. അതിനുശേഷം എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡ്രാമ കണ്ടേനെ അറിയാം. അപ്പൊ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ നമ്മുടെ ഹീറോയിനോടാണെങ്കിൽ ഒരു പെൺകുട്ടി വന്നിട്ട് ചോദിക്കാണ്, ലവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താന്ന്. നമ്മൾ ഒരാൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റും. ഒരു ഭയങ്കര ധൈര്യം വരും. ഏത് വിഷയത്തിലും നമുക്കൊരു ധൈര്യം കിട്ടും. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ പറയുമ്പോൾ അത് എങ്ങനത്തെ ഒരു വിഷയത്തിനോടായിരിക്കും നോക്കുമ്പോൾ അതാണ് ലവ് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുക കേട്ടോ. നിങ്ങൾ എന്തോ പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, അത് പോട്ടെ. നിങ്ങൾ ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കിനും പിന്നെ ഇതിനു മുമ്പ് ഇപ്പൊ ഇല്ല എന്നാണെങ്കിൽ അവള് കള്ളം പറഞ്ഞിട്ട് അവളുടെ ഒരു കാർഡ് കൊടുത്തിട്ട്, നിങ്ങൾക്ക് ലവിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ആ പെങ്കുച്ചിനെ പറഞ്ഞു വിടും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ലവിന്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ ലവിനെ കുറിച്ച് അഡ്വൈസ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ലവ് ഒന്നാവണമെങ്കിൽ എന്റെ കടയിൽ നിന്റെ സാധനം മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ തട്ടിപ്പൊക്കെ ആടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ഒരു ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ അവിടേക്ക് വന്നത് ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ട് നിങ്ങൾ ഒരിക്കലും പിരിയാതിരിക്കണമെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നേരത്തെ ഹീറോയിനോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ ഹീറോയിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ലവിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന്. അതൊക്കെ ഫുൾ ഓഫ് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇന്നും പറഞ്ഞ് നടക്കുമ്പോഴായിരിക്കും ഹീറോയിൻ പറയുന്ന കേൾക്കുന്ന ജൂനിയർ പെൺകുട്ടിയുടെ അടുത്താണെങ്കിൽ ഈ ബ്രേസ്ലെറ്റിന്റെ പൈസ ഞാൻ കുറച്ചു തരാം, പകുതി തന്നാൽ മതി, അപ്പൊ നിന്റെ ചെക്കിന് എന്തായാലും ഈ ബ്രേസ്ലെറ്റ് നിന്നെ കാണിച്ചു തരും എന്നാണെങ്കിൽ പറയുമ്പോ ഹീറോ ആണെങ്കിൽ ആഹാ ഇപ്പൊ ഇങ്ങനത്തെ തട്ടിപ്പൊക്കെ ഇറങ്ങിയ, നീ പറയുന്ന മൊത്തം കള്ളല്ലേ നോക്കിയപ്പോ ഞാൻ കള്ള പറയുന്നത് നിനക്ക് തെളിയിക്കാൻ പറ്റും നോക്കിയപ്പോഴത്തേക്കിന് ഇപ്പൊ തന്നെ തെളിയിക്കാലോ, ഇത് ജസ്റ്റ് ഒരു ബ്രേസ്ലെറ്റ് മാത്രമാണ്, നീ പറയുന്നവരൊന്നും നടക്കില്ല, എല്ലാ ഫാൻസി കടയിലും കിട്ടുന്ന ഒരു സാധനം, നീ ഇതേപോലെ ആൾക്കാരെ പറ്റിച്ച് നടക്കുകയാണെങ്കിൽ ഗവൺമെന്റ് അടുത്ത് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ 3 ലക്ഷം വരെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് അവക്കും ജസ്റ്റ് ഒന്ന് പേടിയാവും. ആ പെൺകുട്ടിക്ക് 2-3 ഉപദേശം കൊടുക്കാന്ന് വെച്ചാൽ ആ ജൂനിയർ പെങ്കൊച്ചാണെങ്കിൽ ഹീറോയിന്റെ കയ്യിൽ നിന്ന് ബ്രേസ്ലെറ്റ് വാങ്ങിച്ച് പൈസ അടിച്ച് അത് വാങ്ങി ബൈ പറഞ്ഞു പോവാട്ടോ. ആരോട്ട് പറയാൻ എന്നും പറഞ്ഞ് ഹീറോ നിൽക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് അവളുടെ മുഖം ഇങ്ങനെ കുറച്ച് പൊത്തിപ്പിടിച്ചിട്ട്, എടാ നിക്കട, നീയാ പെർവേർട്ടല്ലേ, നീ മാസ്ക് ഇടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ. അത് ഞാനല്ലെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ദിവസം ഹീറോയിൻ ആണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വെക്കുമ്പോഴത്തേക്കിനും ഒരുത്തരാണെങ്കിൽ ബാക്ക് ടച്ച് ആണെങ്കിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഹീറോ കറക്റ്റ് അത് വീഡിയോ ആണെങ്കിൽ എടുത്തിട്ട് അവനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ അറിയാതെ ഹീറോന്റെ കൈ കാണിക്കുക അവളുടെ ദേഹത്താണെങ്കിൽ ടച്ച് ആവും കേട്ടോ. അവളത് തെറ്റിദ്ധരിച്ച് അവനിട്ടൊരു അടിയും കൊടുത്തുകാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവനെല്ലാം ചെയ്തേ എന്നാണെങ്കിൽ പറഞ്ഞാലോ ഹീറോയും വിശ്വസിക്കത്തില്ല. അവന്റെ കൈയാണല്ലോ തട്ടിയത്, അപ്പൊ അവൾ അതല്ലേ കണ്ടിട്ടുള്ളേ. അതുകൊണ്ട് വാ പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവൻ ടാക്സി വിളിച്ച് പോയിട്ടുണ്ടാവും. അതിന്റെ തെളിവെടുക്കുള്ള വീഡിയോ കാണിച്ചത് അവളും സോറി ഞാനന്ന് തെറ്റിദ്ധരിച്ചു അറിയാതെ അടിച്ചു എന്നൊക്കെ പറയുമ്പോ അതൊന്നും കുഴപ്പമില്ല, ഇത് നിന്റെ ഷോപ്പാണോ നോക്കുമ്പോ അതായത് ഇതെന്റെ കട തന്നെയാണ്, ലവിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലിയർ ആക്കാനോ ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി, നിന്നെ വരെ ഞാൻ അറിയാതെ അടിക്കുകയൊക്കെ ചെയ്തില്ല, അവിടെ ഫ്രീ ആയിട്ട് അഡ്വൈസ് ഒക്കെ തരാന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്ക് അതിനൊന്നും ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പോവാ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ട് പെണ്ണ് സെറ്റ് ആവാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അവള് നിൽക്കുന്നത്. അങ്ങനെ അവള് നേരെ ക്ലാസ്സിലോട്ട് വരും കേട്ടോ. അവളൊരു ലവ് കോഴ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് ഇതിനകത്തെന്താ പഠിപ്പിക്കുന്ന വെച്ചാൽ നമ്മുടെ ലവിൽ പരാജയപ്പെട്ടവരോ അല്ലെങ്കിൽ ലവ് ഇതുവരെ ഇല്ലാതെ സിംഗിളായിട്ട് നടക്കുന്നവരോ അല്ലെങ്കിൽ ചിലരുണ്ടാവില്ലേ തനിക്ക് വേണ്ടിയുള്ള തന്നെ തന്നെ തേടി വരുന്ന പറഞ്ഞ് കാത്തിരിക്കുന്നവരോ അങ്ങനത്തെ ഉള്ളവർക്കാണ് ഈ ക്ലാസ് നടക്കുന്നത്. നമ്മൾ പലതരം സ്വപ്നങ്ങൾ കണ്ട് നടക്കുമായിരിക്കും, പക്ഷെ അതൊക്കെ സ്വപ്നത്തിൽ മാത്രമേ നടക്കുള്ളൂ. അതൊക്കെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ക്ലാസ് തുടർന്ന് കേൾക്കണം എന്നാണെങ്കിൽ പറയും. സത്യം പറഞ്ഞ ഇവരെ പഠിപ്പിക്കുന്ന ഈ മിസ്സിന്റെ പുറകെയാണെയോ ഒരുപാട് ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നടക്കുന്നുണ്ട്. സംഭവം ആള് സിംഗിൾ ആണ്, അതുകൊണ്ടാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഓരോ പേരാക്കണം, നിങ്ങൾക്ക് ഓരോ കാർഡ്സ് തരാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ കാർഡ്സ് കൊടുത്തിട്ട് ഹീറോ കയറി വരുമ്പോൾ കറക്റ്റ് അവന്റെ അടുത്ത് എറിഞ്ഞു കൊടുക്കുക, കറക്റ്റ് ക്യാച്ച് ചെയ്യാം കേട്ടോ. സോറി ഞാൻ ക്ലാസ് മാറി വന്നതാന്ന് തോന്നുന്നു എന്നാണെങ്കിൽ പറയുമ്പോൾ നീ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല, നീയല്ലേ ഗോ, ഇതാ നിന്റെ പേര് മീയുണ്ട്, അവളുടെ അടുത്ത് പോയി ഇരിക്കുന്നു പറയുമ്പോഴത്തേക്ക് 2 ഷോക്കായിട്ട് നോ ഒരിക്കലും ഇവന്റെ കൂടെ ഞാൻ നിൽക്കില്ല, ഇവളുടെ കൂടെ ഞാനും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ടും കാര്യമില്ല. 2 ഒരുമിച്ച് അങ്ങ് എടുത്തു കേട്ടോ. ലവേ വേസ്റ്റാ ടൈം പാസ്സാ എന്നൊക്കെ പറഞ്ഞ് നടന്നവൻ ലവ് ക്ലാസ്സിൽ വന്നിരിക്കുന്നു നോക്കുമ്പോ
ഇത് ലവ് ക്ലോസ് ആണോ എന്ന് പറഞ്ഞിട്ട് പാവം ചെക്കൻ ഇപ്പോഴാണ് അറിയുന്നത് സംഭവം ഇവന്റെ പ്രൊഫസർ ആയിരിക്കും പെടുത്തിയത് കേട്ടോ. നിനക്ക് വേണ്ടിട്ട് ഒരു കോഴ്സ് ഞാൻ സെലക്ട് ആക്കിയിട്ട് ആ ക്ലാസ്സിൽ പോകുന്ന പറഞ്ഞിട്ട് അവര് പറഞ്ഞു വിട്ടതായിരിക്കും. ഈ സത്യം പറഞ്ഞാൽ ഇവള് വിശ്വസിക്കത്തില്ലെന്ന് അറിയുന്നുണ്ട് അവനൊന്നും മിണ്ടത്തുമില്ല. ടീച്ചർ വരികയാണെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ വരാൻ പോകുന്ന പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം എഴുതി വെക്കാൻ പറയുമ്പോഴത്തേക്കിന് അവളാണെങ്കിൽ മൂണാണെങ്കിൽ ഒരുമിച്ച് കാണണം, അതുപോലെ ഒരുമിച്ച് ഡൈവ് ചെയ്യണം, ഒരുമിച്ച് തന്നെ രണ്ടുപേരുടെ ജീവിതം വളരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എഴുതുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ അങ്ങനെ എന്റെ പാർട്ട്ണറുടെ കൂടെ ചെയ്യാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല എന്നും പറഞ്ഞ് എഴുതി വെക്കോട്ടോ. എന്ത് മനുഷ്യനാണ് നീ, നിനക്ക് ഇത് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല എന്ന് ചോദിച്ചവള് നിന്നെ പോലെ ഒരുത്തിന് പെണ്ണ് കിട്ടുമെന്ന് തന്നെ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സസ്പെൻഷൻ ബ്രിഡ്ജിനെ പറ്റി അറിയാൻ നോക്കുമ്പോ ലൂ എന്ന് പറഞ്ഞൊരു ചെക്കനാണെങ്കിൽ പറയുക നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് നെർവസ് ആവുക, ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീ ഇപ്പോൾ ഒരു മലയുടെ മണ്ടേന്ന് താഴെ വീഴുന്നു വിചാരിക്കാം. അപ്പൊ ഞാൻ നിന്നെ വന്ന് രക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് എന്നോടൊരു ലവ് വരത്തില്ല, അതൊക്കെ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ ഹീറോയിനെ നോക്കുമ്പോ അവളിങ്ങനെ വാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി നോക്കുക. അവളെ വരെ സൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ടീച്ചറാണെങ്കിൽ ഇവർക്കൊരു അസൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. നിന്റെ പാർട്ട്ണർക്ക് ഒരു ഡേറ്റിംഗ് പ്ലേസ് ആണെങ്കിൽ അറേഞ്ച് ചെയ്യുക, അത് അത്ര അടിപൊളിയായിരിക്കണം. മാർക്കൊക്കെ നിങ്ങൾക്ക് തന്നെ കൊടുക്കാം, ഗ്രേസ് മാർക്കൊക്കെ ഞാൻ തരുന്നതായിരിക്കും, അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് ചെയ്യാന്ന് പറഞ്ഞു വിടും. അങ്ങനെ ഹീറോയിൻ നേരെ റൂമിൽ വന്നിട്ട് ഈ ഡ്രസ് ഇടണോ ആ ഡ്രസ് ഇടണോ എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ എവിടേക്ക് പോകാൻ ഇത്ര ഇത് ഒരു ജസ്റ്റ് ഡേറ്റിംഗ് അല്ലേന്ന് പറയുമ്പോ 20 വർഷം ഞാൻ സിംഗിൾ ആയിട്ട് ഇരുന്നതാ, ഇന്നെങ്കിലും നല്ലൊരു ദിവസമാക്കി തീർക്കണം, അതുകൊണ്ട് നല്ല ഡ്രസ്സ് കിട്ടിട്ട് പോണ്ടേ. ഞാൻ അവന് മെസ്സേജ് അയച്ചായിരുന്നു, അവൻ റിപ്ലൈ തന്നു പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിന് അവൻ ഇതുവരെ റിപ്ലൈ പോലും കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞ് അവള് നിൽക്കുന്ന കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ ഒരു സ്കൂട്ടറായിട്ടാണ് വന്നേക്കുന്നത്. അവള് സ്കേർട്ട് ഇട്ടേക്കുന്നത്, ഞാൻ സ്കേർട്ട് ഇട്ടേക്കുന്നത്, എനിക്ക് ഇതിൽ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ അയച്ച മെസ്സേജ് നീ കണ്ടിട്ടില്ലേ എന്നാണ് ഈ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ അവളും കയറി ഇരിക്കും. ഹെൽമെറ്റ് ഇടാൻ നോക്കിയിട്ട് എന്ത് ചെയ്ത് അവളെ കൊണ്ട് ഇടാൻ പറ്റുന്നില്ല കേട്ടോ, ഇത് ഞാൻ തന്നെ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളുടെ തലയിൽ കുത്തി കയറ്റി അതൊക്കെ സെറ്റ് ആക്കുകയാണ്. അവനെ പിടിക്കാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല കേട്ടോ, ഷർട്ടേ മാത്രം പിടിയെന്ന് പറഞ്ഞിട്ട് കയ്യങ്ങ് ഇറുക്കി ഷർട്ടിൽ വെക്കുമ്പോഴത്തേക്കിന് വണ്ടി എടുക്കുമ്പോഴത്തേക്കിന് അവൾ എന്തായാലും മുന്നോട്ട് വന്നിട്ട് ബാലൻസ് അവർക്ക് ഇരിക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൻ പിടിച്ച് ഇരുത്തുക. അങ്ങനെ അവൻ കണ്ടെത്തി പ്ലേസ് ചെയ്തെന്ന് വെച്ചാൽ കോട്ടരിയും കേട്ടോ. ഇതെന്താ നോക്കിയപ്പോ കോട്ടെന്ന് പറയും, ഇതെന്തിനും ഇങ്ങോട്ടൊക്കെ വന്നേന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഡേറ്റിങ്ങിന് വന്ന എന്നാണ് ഈ പറഞ്ഞത്. അവർക്ക് ഷോക്കാവുക, ആരെങ്കിലും ഡേറ്റിങ്ങിന് ഇവിടെയൊക്കെ വരുമെന്നും പറഞ്ഞ്. എല്ലാ കപ്പിൾസും ചെയ്യുന്ന പോലെ ചെയ്യാന്താ അതിലൊരു ഇതില്ലല്ലോ, ഇതൊക്കെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവളെ കൂട്ടിക്കൊണ്ട് വന്നേക്കോ കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ലോ സ്റ്റുഡന്റ് ആണ്, ഇന്നൊരു കോർട്ട് ട്രയൽ ഉണ്ട് കേട്ടോ, അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കേസ് എന്താന്ന് വെച്ചാൽ എന്തൊരു കള്ളക്കേസം കണ്ടാണ് എന്തോ സംഭവം കട്ടെടുത്തത്, അതിനെപ്പറ്റിക്ക് കേട്ട് കുറച്ചേരം മിണ്ടാതിരുന്നവളാണെങ്കിൽ ഇത്രയൊക്കെ സ്വർണ്ണം അവൻ കട്ടെടുത്തോ എന്നാണെങ്കിൽ ഒച്ചത്തിൽ പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ പറയും. പിന്നെ അവരെന്തോ പറയുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ എനിക്ക് ആ കട അറിയാന്ന് പറയുമ്പോൾ അവളുടെ വായിലാണെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുവാണ് മിണ്ടാതിരിക്കുന്നു പറഞ്ഞു കേട്ടോ. കുറച്ചേരൊക്കെ അവള് സഹിച്ചിരിക്കുന്നുണ്ടെങ്കിലും പിന്നെ കുറെ കഴിയുമ്പോൾ ബോറടിക്കാൻ തുടങ്ങുക. അവിടുത്തവരും പറയാണ് അവൻ ഇത്രയൊക്കെ ചെയ്തതിന് ശിക്ഷ കൂടുതലൊന്നും കൊടുക്കണ്ട, കുറച്ച് കൊടുക്കാൻ പറയുമ്പോ ഹീറോയിനും ഇത്രയൊക്കെ മോഷ്ടിച്ചവന് കുറച്ച് ശിക്ഷ കൊടുത്താൽ മതിയെന്നോ, നല്ല ശിക്ഷ കൊടുക്ക് എന്നാണെങ്കിൽ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ എന്റെ പൊന്നു മോളെ നീ ഇനി ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞ അവള് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിനക്കൊന്ന് വായടിച്ചിരിക്കാൻ പറ്റില്ലേന്ന് നോക്കും. നീ അല്ല എന്നെ ചേറ്റ് ചെയ്തത്, ഡേറ്റിങ്ങിനാന്ന് പറഞ്ഞോണ്ട് നിന്റെ ട്രെയിനിലല്ലേ ഇവിടെ കൊണ്ടുവന്നേന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ ചേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇന്നലെ തന്നെ മെസ്സേജ് പറഞ്ഞാണല്ലോ, നീ അല്ല സീനാക്കാതിരുന്നെന്ന് പറയുമ്പോൾ അത് പിന്നെ കുറച്ച് ബിസി ആയി പോയി, അതുകൊണ്ട് കാണാതിരുന്നത്. ശരി അതൊക്കെ പോട്ടെ, ഇനി നമ്മള് അടുത്തത് എവിടെയൊക്കെ പോകുന്നത് നിൽക്കുമ്പോ അടുത്തത് എവിടെ പോവാൻ, ഇന്നത്തെ ഡേറ്റിങ്ങും കഴിഞ്ഞു കോർട്ട് ട്രെയിലും കഴിഞ്ഞു, ഇനി നീ എവിടെയാന്ന് വെച്ച് പോയിക്കോ, എനിക്ക് ഒരുപാട് ജോലി ചെയ്യാണ്ടത് പറഞ്ഞ് അവളെ ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് പോവും. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കിന് യുവാനാണെങ്കിൽ നിനക്കൊരു ബോറിംഗ് ആയിട്ടുള്ള പാർട്ട്ണറെ ആളെ കിട്ടിയത്, നിങ്ങൾക്ക് ഇതിനുള്ള എക്സ്പീരിയൻസ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല, അവന്റെ ഡേറ്റിംഗ് എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞുതരാന്ന് പറയുമ്പോ അവളൊന്നും മിണ്ടാതെ പോകുന്ന കണ്ടത് അവളെ പിടിച്ചിട്ട് എന്തൊന്നും പറയാതെ പോതേന്ന് വെക്കും. എനിക്ക് പാർട്ട്ണറെ മാറ്റാനൊന്നും താല്പര്യമില്ല, അതുപോലെ നിനക്കൊരു പാർട്ട്ണർ ഇല്ലേ, അവളിത് കിട്ടാൻ ഭയങ്കര വിഷമിക്കുക, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ക്ലാസ്സിൽ വന്നിരിക്കും. അങ്ങനെ ടീച്ചർ വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ഞാൻ തന്ന അസൈൻമെന്റ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ഡേറ്റിംഗ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എല്ലാവരും എഴുതി തന്നിട്ടുണ്ട്, പക്ഷേ നിനക്ക് മാത്രം എന്താ 0 പോയിന്റ് കിട്ടിയെന്ന് നോക്കുമ്പോ ഇടി നീ എനിക്ക് 0 ആണ് കിട്ടത്, നിനക്ക് ഞാൻ 60 മാർക്ക് തന്നില്ലെന്ന് നോക്കുമ്പോ പിന്നെ 60 വലിയ മാർക്കില്ലെന്ന് പറഞ്ഞ് രണ്ടും അടി കൂടാൻ തുടങ്ങുക. തുടക്കത്തിൽ ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ആദ്യമേ ഇങ്ങനെ അടി കൂടുവാണെങ്കിൽ ഒന്നും സെറ്റ് ആവാൻ പോകുന്നില്ല, അതുകൊണ്ട് കുറച്ച് സാവധാനം എല്ലാം ചെയ്യും. ഫാസ്റ്റ് ഫുഡ് ആണെങ്കിൽ കുറച്ച് ദോഷാന്ന് പറയുമ്പോഴത്തേക്കിന് ഫാസ്റ്റ് ഫുഡ് ഇതിലും ടേസ്റ്റാ എന്നാണെങ്കിൽ അവള് പറയും. ഇത് കേട്ടവനാണെങ്കിൽ അതൊക്കെ ജങ്ക് ഫുഡാന്ന് പറയും. ഓ എങ്ങനെയാണ് 20-ാം വയസ്സിൽ നിനക്ക് 60-ാം വയസ്സുള്ളവരെ പോലെ സംസാരിക്കാൻ പറ്റുന്നത്, നിന്നെയൊക്കെ പാർട്ട്ണറായിട്ട് കിട്ടാൻ മാത്രം ഞാൻ എന്ത് ഭാവമാണ് ചെയ്തത് എനിക്ക് അറിയില്ല എന്നവള് പറയും. പോരാഞ്ഞിട്ട് മിസ് വരെ പറയാണ് മിയ ഹുവ നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് ഉള്ളതിൽ മാർക്ക് തീരെ കുറവ്, അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ അസൈൻമെന്റ് ഒന്നുമില്ല, പഴയ അസൈൻമെന്റ് തന്നെയാണ്, അത് വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറയാ കേട്ടോ. അവളുടെ അടുത്ത് വന്നിട്ട് അവൻ പറയാ നിന്റെ അടുത്ത് ഡേറ്റിങ്ങിന് വന്നോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ടൈമില്ല, എനിക്ക് കുറെ ജോലി ചെയ്ത് തീർക്കാണ്ട്.
അത്ര ബുദ്ധിമുട്ടുള്ളവനാണെങ്കിൽ എന്തിനീ കോസി വന്ന് ചേർന്നത്? നീ ഇവിടെ പൊയ്ക്കോ, ഞാൻ വേറെ പാർട്ട്ണർ പിടിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കിന് അങ്ങനെയൊന്നും എനിക്കിത് ക്വിറ്റ് ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഡേറ്റിംഗ് ഇനി ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് നടത്താന്ന് പറയുമ്പോൾ നിന്റെ കൂടെയൊക്കെ ഡേറ്റിങ്ങിന് വരുന്നത് തന്നെ എന്റെ ലൈഫ് പോയ മട്ട എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോഴത്തേക്കിന് അവളുടെ മുടിയാണെങ്കിൽ അവന്റെ ഷർട്ടേ കൊടുക്കും കേട്ടോ. വേദനിപ്പിക്കാതെ എടുത്തോണം എന്നാണെങ്കിൽ പറയുമ്പോൾ അവളങ്ങ് പിടിച്ചങ്ങ് വലിച്ചു വിടും കേട്ടോ. ഒക്കെ നല്ലോണം വേദനിച്ചു. നിനക്ക് കിട്ടില്ല ഞാൻ വെക്കാടാ, നിന്നെ കണ്ടാലും എനിക്കൊരു ബാറ്റിലൊക്കെന്ന് പറഞ്ഞ അങ്ങോട്ട് പോകുമ്പോ നിന്നെ കണ്ടാൽ എനിക്കും ബാറ്റിലൊക്കെ അടി ഇന്നും പറഞ്ഞിട്ട് അവനെ നിൽക്കുന്ന കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ അവളുടെ ഷോപ്പിൽ വരുമ്പോഴത്തേക്കിന് അന്ന് ബ്രേസ്ലെറ്റ് മേടിച്ച് ആ ജൂനിയർ പെങ്കൊച്ചാണ് അങ്ങോട്ടേക്ക് വരുവാ. എന്താ മോളെ തിരിച്ചു വന്ന് പൈസ ചോദിക്കാൻ തിരിച്ചു വന്നാണോ നിൽക്കുക? അല്ല ചേച്ചി, അതിലൊന്നല്ല വന്നത്. ഈ കടയിൽ നിങ്ങൾ തന്ന ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിച്ചില്ലായിരുന്നോ? അത് വാങ്ങിച്ച് കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ ഞാൻ എന്റെ സോൾമേറ്റിനെ കണ്ടുപിടിച്ചു. പക്ഷെ അവളോട് എങ്ങനെ സംസാരിച്ചു കൊടുക്കണമെന്ന് അറിയില്ല. എന്റെ ഐഡിയ പറഞ്ഞു നോക്കുമ്പോ അതൊക്കെ നമുക്ക് നോക്കാന്ന് പറയും. അപ്പൊ ആ പെൺകുട്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്മാർട്ടാണ്, നിങ്ങളെ കാണാൻ എന്ത് രസമാണ്, നിങ്ങളെപ്പോലെ നോളജ് ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞങ്ങ് സോപ്പിട്ടത്. അവളും പറയാണ് ഇതിനൊക്കെയുള്ള ഐഡിയാസ് എന്റെ ഓൾറെഡി ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് അവനെ മീറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അവന്റെ ശ്രദ്ധ മൊത്തം നിന്നിലോട്ട് തിരിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ മൂന്നാമത്തെ പറയുകയാണെങ്കിൽ പേ ചെയ്യണമെന്ന് പറയുന്നത് ആ പെൺകുട്ടി അപ്പൊ തന്നെ പൈസ അടയ്ക്കും. മൂന്നാമത്തെ എന്താന്ന് വെച്ചാൽ അവന്റെ കോണ്ടാക്ട് നമ്പർ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് എപ്പോഴും ടച്ചിൽ തന്നെ ഇരുത്താൻ മതി എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവള് സന്തോഷത്തോടെ അങ്ങ് ഓടിപ്പോകും കേട്ടോ. ഹീറോ ആണെങ്കിൽ അവന്റെ സാറിന്റെ അടുത്ത് വന്ന് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് വെറുതെ ആ കോഴ്സിലൊക്കെ എന്നെ കൊണ്ട് ചേർത്ത് പോരാഞ്ഞിട്ട് എന്റെ പാർട്ട്ണറായിട്ട് വന്നിരിക്കുന്ന ആ പെണ്ണിനെ എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിന് സാറിനാണെങ്കിൽ ഒരു കോള് വരും കേട്ടോ. അതുകൊണ്ട് അവനെ പുറത്ത് പറഞ്ഞു വിടുവാണ്. വിളിച്ചതാരാന്ന് വെച്ചാൽ ഇവനെ പഠിപ്പിക്കുന്ന മിസ്സായിരിക്കും. ഇവർ രണ്ടുപേരും കറക്റ്റ് പ്ലാൻ ചെയ്താണ് ഹൂന ലവ് കോഴ്സിലാണെങ്കിൽ ചേർത്തേക്കുന്നത്. അവന് 4-5 പേരുമായിട്ട് ഇടപഴകാനൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ എന്നിട്ട് ക്യാൻറ്റീൻ വന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഹീറോയിന്റെ കടയിൽ നിന്ന് ബ്രേസ്ലെറ്റ് പിടിച്ചൊരു ജൂനിയർ പെൺകുട്ടി ഉണ്ടല്ലോ, അവക്കാണെങ്കിൽ ആരെയും ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഹീറോയിൻ വരെയാണെങ്കിൽ ആ ബ്രേസ്ലെറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞാണ് നിന്റെ സോൾമേറ്റ് കാണുമ്പോൾ ആ വ്യക്തിയുടെ പേര് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അതുകൊണ്ട് ഹൂ തന്നെ ആ ബ്രേസ്ലെറ്റ് നോക്കി പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞ പോലെ നടന്നാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവനെ ക്രോസ് ചെയ്ത് ഫുഡ് കൊണ്ട് പോകുമ്പോഴത്തേക്കിനും മനഃപൂർവ്വം ചോപ്സ്റ്റിക്ക് താഴെ ഇടുക കേട്ടോ. ഹീറോ അത് എടുത്തു കൊടുക്കുമ്പോഴത്തേക്കിനും അവള് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറോ എനിക്ക് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ യു ആണെങ്കിൽ ഓപ്പോസിറ്റ് വരാണ്. ഈ പെണ്ണെന്ത് ചെയ്യുന്ന വെച്ചാൽ മനഃപൂർവ്വം യുവിനെ ചെന്നിടിച്ചിട്ട് നേരെ ഹീറോന്റെ അടുത്ത് ചെന്നിടിക്കാട്ടോ. യു വരെയാണ് കാണാൻ കൊള്ളാന്ന് വെച്ച് ഇങ്ങനൊന്നും മനഃപൂർവ്വം ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ഇടിച്ചിട്ട് അവള് മനഃപൂർവ്വം ഒന്നല്ല ചെയ്ത് ഇന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും യു ആണെങ്കിൽ ഓ നിങ്ങൾ രണ്ടുപേരും ആണല്ലേ, അപ്പൊ ഓക്കെ നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് ഇവർ ലവേഴ്സ് അത് തെറ്റിദ്ധരിച്ചിട്ട് അവനങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ ഹൂവിന്റെ അടുത്താണെങ്കിൽ പെൺകുട്ടിയെ താങ്ക് യു സീനിയർ ഹൂ എന്നാണെങ്കിൽ പറയുമ്പോൾ നിനക്ക് എന്നെ ഇതിനു മുമ്പ് അറിയോ നോക്കും. ആ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ഈ ബ്രേസ്ലെറ്റ് ഓർമ്മയില്ല, എന്നെ കണ്ടിട്ടില്ലെന്ന് നോക്കുമ്പോ ഓ ആണോ എനിക്ക് ഓർമ്മയില്ല എന്നാണെങ്കിൽ പറയും. ഞാനും ഒരു ലോ സ്റ്റുഡന്റ് തന്നെയാണ്, നിങ്ങളെ പഠിപ്പിക്കുന്ന ഷെന്നിനെ എന്നെയും പഠിപ്പിക്കുന്നേ. അതുകൊണ്ട് പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ചോദിക്കാമല്ലോ, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഒന്ന് തരൂ എന്നാണ് ഈ ചോദിക്കുമ്പോൾ സെയിം പ്രൊഫസർ ആയതുകൊണ്ട് തന്നെ ഹീറോക്കും ആ പെൺകുട്ടി ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങ് കൊടുക്കുക കേട്ടോ. ഇവക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് തുള്ളിച്ചാടിയാണ് പോകുന്നത്. അപ്പൊ കറക്റ്റ് അവിടേക്ക് കാണിക്കുന്നത് അവിടെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടി വരും കേട്ടോ. ഇവിടെ ഇവനിരിക്കുന്നതാണ് ഇതാ അത് അവനിരിക്കുന്ന പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരും കേട്ടോ. കുഞ്ഞു പിള്ളേരെ പോലെ മേത്തക്കാക്കിയാണല്ലോ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. നിന്നെ വായൊന്ന് അടക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് നോക്കുമ്പോ ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യില്ലേ, എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളുടെ പ്ലേറ്റിലുള്ള കുറച്ച് ഫുഡൊക്കെ ആണെങ്കിൽ അവന്റെ വായിൽ കുത്തി കയറ്റുമ്പോഴത്തേക്കിന് അവൻ ആ ഫുഡാണെങ്കിൽ അലർജി ആയിരുന്നു. അത് കഴിച്ചിട്ട് അവൻ തല കറങ്ങി ഒരുമാതിരി അങ്ങ് വീണ് കടക്കും. ഇവളുമാർക്ക് രണ്ടുപേർക്ക് എന്നെ ചെയ്തതറിയില്ല, എങ്ങനെയൊക്കെയോ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കുന്നുണ്ട്. സോറി ഞാൻ അറിയാതെ ചെയ്തെന്ന് പറയുമ്പോ അറിയാതെ ചെയ്തല്ല സാരില്ലെന്ന് പറയും. എന്തായാലും ഞാൻ കാരണം നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയില്ല, ഞാൻ നിനക്ക് ട്രീറ്റ് ചെയ്യാം, നിനക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ പറയാന്ന് പറയുമ്പോ അതിനൊന്നും ആവശ്യമില്ല. അതുപോലെ ഒരേ ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി, ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കേണ്ടത് എനിക്ക് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ച് നിന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അവളും വേണമെന്ന് വെച്ചൊന്നും അല്ല കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അവളുടെ കാലിലാണെങ്കിൽ മുറിവ് കാണുമായി. ഇതെങ്ങനെ പറ്റിയെന്ന് നോക്കുമ്പോൾ ഇവനെ കൊണ്ടുവരുമ്പോഴത്തേക്കിനും അത് സ്ലിപ്പായി പറ്റിയതായിരിക്കും കേട്ടോ. ഇതൊക്കെ അറിഞ്ഞ അവനാണെങ്കിൽ ഓ ഒരുപാട് താങ്ക്സ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയെന്ന് പറയുമ്പോഴത്തേക്കിന് അവൾ ചിരിച്ചോണ്ട് ഓക്കെ എന്നാണെങ്കിൽ പറയും. അടുത്ത ഡേറ്റ് എവിടെ വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ എന്ന് പറയുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അന്ന് പിന്നെ ശരി എൻ്റെ ഒരു ഉഗ്ര സ്ഥലമുണ്ട്, ഇന്ന് നൈറ്റ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ അവന് കൂട്ടിക്കൊണ്ട് വരുന്ന എവിടെയാന്ന് വെച്ചാ ഒരു ഹോസ്പിറ്റലായിരിക്കും കേട്ടോ. ആരും തന്നെ ഇല്ലാത്ത ഒരു പഴയ ബംഗ്ലാവ് പോലെ കിടക്കുന്ന ഒരു പഴയ ഹോസ്പിറ്റല്. ഇവിടേക്ക് നീ കയറുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ഒരു കഥയുണ്ട്, ഞാൻ പറയാം. ഒരു സീനിയർ സ്റ്റുഡന്റ് എന്നാണെങ്കിൽ പറഞ്ഞു കൊടുക്കുമോ, ബാക്കി കഥയാണെങ്കിൽ അവൻ തന്നെ പറയുക. ആ സീനിയർ സ്റ്റുഡന്റിനാണെങ്കിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു, അവളാണെങ്കിൽ തേച്ചിട്ട് പോയ വിഷമത്തിൽ അവനാണെങ്കിൽ മരിച്ചിട്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ കറങ്ങി നടക്കാണ്. അങ്ങനെ ഇത് പൂട്ടിക്കെട്ടിപ്പോയതാ എന്നല്ല നീ പറയാൻ വന്നു നോക്കുമ്പോ കറക്റ്റ് നിനക്ക് ഇങ്ങനെ മനസ്സിലായി നോക്കുമ്പോ അത് പിന്നെ അങ്ങനെയാണല്ലോ. ഏതേലും ബിൽഡിംഗ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എല്ലാത്തിനും
അതിലൊരു കെട്ടുകഥ ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാ പുതിയ ഹോസ്പിറ്റൽ പണിതുകൊണ്ട് പഴയ ഹോസ്പിറ്റൽ ആർക്കും വേണ്ടത് ഇങ്ങനെ കടന്നേ ഉള്ളൂ. അതിനാണ് നാട്ടുകാർ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ഏതായാലും നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. നീ അല്ല പറഞ്ഞ ഞാൻ തീരുമാനിച്ചത് ഞാൻ വരാന്നൊക്കെ, എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്ന് വെച്ച് ഈ ബിൽഡിംഗ് ഒക്കെ ആണോ നിനക്ക് ഡേറ്റിന് വരാൻ കണ്ടേന്ന് വെക്കുമ്പോ എന്താ നിനക്ക് പേടിയാണോ? നിന്റെ മുഖത്തിന് അത് കാണാലോ നിൽക്കുമ്പോ അവനാണെങ്കിൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലോ അവളാണെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് പോവാട്ടോ. സത്യത്തിൽ അവന് ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് അവളോട് പ്രധാനമായിട്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ എവിടെയും പോവില്ല എന്നെ വിട്ടിട്ട്, ഒരുമാതിരി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കളിക്കരുത് എന്നൊക്കെ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് അവളെ കാണാതെ പോവാട്ടോ. അവരാണെങ്കിൽ പേടിച്ചിട്ട് മിയ ചുമ്മാ കളിക്കില്ല, എന്നെ പേടിപ്പിക്കില്ല, നീ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയാതെ പറയുമ്പോഴത്തേക്കിന് അവള് പെട്ടെന്ന് ഫോണിലെ ഫ്ലാഷ് അടിച്ച് അവനെ പേടിപ്പിക്കുന്നുണ്ട്. സത്യമായിട്ട് അവനൊന്ന് പേടിച്ചു പോയിട്ടോ. അവൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് അവന്റെ മുഖത്ത് ഭാവമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറാൻ തുടങ്ങുക. അവള് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് ശരിക്കും അവിടെ എന്തോ ഒരു രൂപത്തെ കാണും കേട്ടോ. പേടിച്ചിട്ട് അവളാണെങ്കിൽ അവന്റെ മേത്തൊക്കെ വലിച്ചു കയറുന്നുണ്ട്. രണ്ട് പ്രേതമൊന്നും വിചാരിച്ച് ഓടുക. പുറകെ വരുന്നത് വാച്ച്മാൻ ആയിരിക്കും കേട്ടോ. ഇവര് ഓടിയിട്ട് ഒരു മതിലിന്റെ അവിടെ എത്തുവാണ്. ഗേറ്റ് പൂട്ടിയോണ്ട് അത് ചാടി കടന്നേ പറ്റുള്ളൂ. ഫസ്റ്റ് അവള് കയറി നിന്നിട്ട് വാടക കയറി വന്ന് പറയുമ്പോ റൂൾസ് ഒന്നും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്നും കയറുന്നത് തെറ്റാന്ന് പറയുമ്പോഴത്തേക്കിന് കയറി എന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങനെയൊക്കെ വലിച്ചു കയറ്റുവാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെക്കുമ്പോ ഇനിയിപ്പോ എന്താ എടുത്ത് ചാടുക എന്ന് പറഞ്ഞിട്ട് അവള് ഫസ്റ്റ് ചാടും. അവൻ പുറകെ ചാടുമ്പോഴത്തേക്കിന് അവളുടെ മേത്ത് വീട് ആക്സിഡന്റിൽ രണ്ടുപേരാണെങ്കിൽ കിസ് ചെയ്യും കേട്ടോ. അപ്പത്തേക്കിന് വാച്ച്മാൻ വന്നിട്ട് പറയാ റൂൾസ് ഒക്കെ രണ്ടും ബ്രേക്ക് ചെയ്യല്ലേ, അടുത്ത ദിവസം കോളേജ് വരേണ്ടവരെയും പറഞ്ഞു കൊടുക്കുന്നത് എന്നാണെങ്കിൽ പറയുമ്പോ ഇവരാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അവർക്ക് ഒരുമാതിരിയായിട്ട് നിൽക്കുക. ഇവളാണെങ്കിൽ ഹോസ്റ്റലിൽ അവിടെ കൊണ്ടാക്കുമ്പോഴത്തേക്കിന് ഒരുപാട് രാത്രി ആയതുകൊണ്ട് ഗേറ്റ് ഒക്കെ ആണെങ്കിൽ പൂട്ടിയിരിക്കുക. ഇനിയിപ്പോ നീ എന്ത് ചെയ്യുന്ന നോക്കുമ്പോഴത്തേക്കിന് അതിനെല്ലാം എന്റെ എക്സ്ട്രാ കീ എന്ന് പറഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേക്കിന് ഓൾറെഡി നീ ഒരു വട്ടം റൂൾസ് ബ്രേക്ക് ചെയ്തു, ഇപ്പൊ രണ്ടാമത്തെ വട്ടാണ്. നിനക്ക് പേടിയൊന്നുമില്ലേ? എപ്പോഴും റൂൾസ് എന്ന് പറഞ്ഞ് നടക്കാതെ കുറച്ചൊക്കെ ധൈര്യമൊക്കെ വേണം. എന്തായാലും ഞാൻ പോവാൻ നേരത്തെ ഇന്ന് നടന്ന ആ കാര്യം നീ ആരോടും പറയാൻ പാടില്ലെന്ന് പറയുമ്പോ എന്ത് കാര്യം വെക്കും. അല്ല നമ്മൾ മതില് ചാടിയ അതോ ഞാൻ പറയത്തില്ലെന്നും പറഞ്ഞ അവൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും അവനും ആരോടും പറയില്ലായിരിക്കല്ലേ എന്നും പറഞ്ഞോട് നിൽക്കുവാട്ടോ. അതേസമയം അടുത്ത ദിവസം ക്ലാസ്സിൽ നമ്മുടെ ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളാണെങ്കിൽ എല്ലാവരോടും ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഹീറോയിൻ ആണെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവനാണെങ്കിൽ പേടിച്ചലറിയതും അങ്ങനെ എക്സ്ട്രാ എന്തൊക്കെയോ കയ്യിൽ നിന്ന് എടുത്തിട്ട് അവനെ പറ്റി ഒരുപാട് നട്ടിക്കാനുള്ളത് അവൾ പറയുന്നുണ്ട് കേട്ടോ. അവനത് കറക്റ്റ് കേൾക്കുക. ഇവനെ കണ്ടത് എല്ലാവരും സൈലന്റ് ആയിട്ട് വന്നിരിക്കുക. ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എല്ലാവരോടും പറഞ്ഞേ? ഞാൻ ക്യൂവിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും. ഒരാളുടെ പേഴ്സണൽ കാര്യം അയാളുടെ സമ്മതമില്ലാതെ പറയുകയാണെങ്കിൽ അത് റൂൾസിന് എതിരാന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷെ ഇവളോടുള്ള ദേഷ്യത്തില് അവക്കാണെങ്കിൽ 0 പോയിന്റ് കൊടുത്തിട്ട് ഇതിലൊന്നും അവൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും കേട്ടോ. ഇതെന്താ നീ ഇങ്ങനെ ചെയ്തെന്ന് നോക്കുമ്പോ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തുള്ളൂ പറഞ്ഞിട്ട് അവനാണെങ്കിൽ നീ ഒരു ടീച്ചറിനെ എടുത്ത് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യുക. അവള് ഞാൻ ഒരിക്കലും സെറ്റ് ആവത്തില്ല, അവളുടെ കൂടെ ഞാൻ നടക്കുകയാണെങ്കിൽ എന്റെ ജീവിതം തന്നെ പോകുന്നു പറയുമ്പോ ലോ സ്കൂളിൽ തന്നെ ടോപ്പർ ആയിട്ടുള്ള നിനക്ക് ഇതൊക്കെയാണെങ്കിൽ നിസ്സാരല്ലേ, നീ അപ്പത്തേക്കിന് വിട്ടുകളയാണെന്ന് നോക്കുമ്പോ വിട്ടുകളയുന്നില്ല, കോഴ്സ് ഞാൻ മാറ്റിക്കോളാം, ഈ കോഴ്സ് അല്ലെങ്കിൽ വെറും വേസ്റ്റാന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു കോളേജും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യത്തില്ല, ഇതും നിന്റെ ജീവിതത്തിൽ വേണ്ടത് തന്നെയാന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്തെന്നാന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ അയാളുടെ ഫ്രണ്ട് ക്യൂവിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നിന്നോട് മാത്രം പറഞ്ഞ കാര്യം നീ എന്തിനാണ് എല്ലാവരോടും പോയി പറഞ്ഞത്? അവനിപ്പോ എന്നോട് ദേഷ്യപ്പെടുമെന്ന് പറയുമ്പോൾ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിനക്ക് എന്താ അവനോട് വല്ല ക്രഷോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ എന്നാണ് ഈ ചോദിക്കുമ്പോൾ കറക്റ്റ് ആ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് കുറച്ച് അഡ്വൈസ് കൊടുന്ന് പറഞ്ഞ് ഹീറോയിന്റെ പുറകെ നടക്കും. ഹീറോ ആണെങ്കിൽ അതേസമയം കുറെ നോട്ട്സ് ഒക്കെ ആണെങ്കിൽ എടുക്കുവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ടീച്ചർ ഇവന് പറഞ്ഞു കൊടുത്തതാണ് നീ ഒരു ടോപ്പർ സ്റ്റുഡന്റ് ആയിരിക്കും, പക്ഷെ മറ്റുള്ളവരായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ നടക്കേണ്ടതെന്ന് നിനക്ക് അറിയത്തില്ല, അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് പ്രൊഫസർ നിനക്ക് വേണ്ടി ഈ കോഴ്സ് തന്നെ തെരഞ്ഞെടുത്തത്, അതുകൊണ്ട് അവരെ വെറുതെ വിഷമിപ്പിക്കരുതെന്ന് പറയുമ്പോൾ അവനും അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ നോട്ട്സ് ഒക്കെയാണ് എടുത്തോണ്ടിരിക്കുന്നത്, എങ്ങനെ ഡേറ്റ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് നമ്മുടെ ഹീറോയിന് മെസ്സേജ് അയച്ചിട്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, എന്റെ ഫ്രണ്ടാ പറഞ്ഞത് സോറി എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നില്ല. അവളും കുറെ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവള് പിന്നെ സോറി എന്റെ ഭാഗത്ത് തെറ്റെന്ന് പറയുമ്പോഴത്തേക്കിന് അവന് ചിരി വന്നിട്ട് ഓക്കെ ഞാൻ ക്ഷമിച്ചു വിട്ടേക്കുന്നു, ഏതായാലും നമുക്ക് അടുത്ത ഡേറ്റിംഗ് പ്ലാൻ ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അവള് ഓക്കെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ നിൽക്കുമ്പോ അവള് അല്ലെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കിനും ഹീറോയിക്ക് ഭയങ്കര കെയറിങ്ങ. അവൾക്ക് വേണ്ടി ഫുഡ് കൊണ്ട് കൊടുക്കുന്നു, ചെയർ മാറ്റി കൊടുക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം എടുത്തു കൊടുക്കുന്നു, അങ്ങനെ ഭയങ്കര കെയറിങ് ആട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനെ ടീച്ചറും വന്ന് റൊമാൻസിനെ പറ്റി ക്ലാസ് എടുത്തോടിക്കുമ്പോഴത്തേക്കിനെ ഹീറോയിൻ ആണെങ്കിൽ അവിടെ തിന്നോണ്ടിരിക്കുകയാണ്. ടീച്ചർ ഇത് കണ്ടിട്ട് അവളെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഹീറോ എനിക്ക് ഇന്നലെ കുറെ നോട്ട്സ് ഒക്കെ എഴുതിയില്ലേ അതൊക്കെയാണെങ്കിൽ അങ്ങ് വായിച്ചങ്ങ് കൊടുക്കും. ഇതൊക്കെ കറക്റ്റ് ആണ്, എന്നാൽ റിയൽ ലൈഫിൽ എല്ലാം വേറെയാണ്. ആ പോയിന്റിൽ നടക്കുന്നതിനാണ് റൊമാൻസ് എന്ന് പറയുന്നത്. അവിടെ അടുത്ത നിങ്ങളുടെ പ്രൊജക്ട് എങ്ങനെ ഒരു റൊമാൻസ് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഇന്നും പറഞ്ഞിട്ട് പോവും.
ഹീറോ ആണെങ്കിൽ ഇപ്രാവശ്യം നീ വിഷമിക്കേ വേണ്ട, റൊമാൻസ് എന്നത് നിന്നെ ഞാൻ എന്തായാലും ഫീൽ ചെയ്യിപ്പിക്കാം എന്നാണെങ്കിൽ പറയുന്നുണ്ട്. അടുത്ത ദിവസം ഇവളാണെങ്കിൽ ഒരു സ്വപ്നം കാണുന്നത് ഇതറിയാം കേട്ടോ. ഇതും കണ്ട് ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ സ്വപ്നം കണ്ടതൊക്കെ മതി, എണീക്ക്, നിന്നെ തിരിക്കാണ്ട് അവൻ താഴെ നിൽപ്പുണ്ടെന്ന് പറയുന്നതോ അവളും പെട്ടെന്ന് എണീച്ചിട്ട് അവരെ വിളിക്കുമ്പോഴത്തേക്കിന് ഇത് 5 മിനിറ്റ് ഇപ്പൊ റെഡി ആയിട്ട് വരാതെന്ന് പറഞ്ഞാൽ അവളിപ്പോ എണീച്ചല്ലേ ഉള്ളൂ. ഫ്രഷ് ആയി മേക്കപ്പ് ഇട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് 1/2 മണിക്കൂറായിട്ടോ. ഇതാണ് നിന്റെ നാട്ടില് 5 മിനിറ്റ് നോക്കുമ്പോ അത് പിന്നെ മേക്കപ്പ് ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്യണ്ട, അതിനു വേണ്ടി ടൈം എടുത്ത് എങ്ങനെയുണ്ട് എന്റെ കാണാൻ നിൽക്കുമ്പോ ആ നല്ലതാന്ന് പറയും. ഓ നിന്നോട് ചോദിച്ചാൽ എന്നെ വേണം പറയുന്ന പറഞ്ഞിട്ട് അവള് നിൽക്കും. അവൾക്ക് വേണ്ടിയിട്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്നെങ്കിലോ അത് ലഞ്ചിന് കഴിക്കാന്ന് പറഞ്ഞ് മാറ്റി വെക്കാട്ടോ. അങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ട് ഒരു റൈഡ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ വയസ്സായിട്ടുള്ളവർ തന്നെയാണെങ്കിൽ ഇവർ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. ഇതിനെപ്പറ്റി ചോദിക്കാതെ എന്താ അവൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതാണ് റൊമാൻസ്, ഒരു ചെറിയ കാര്യമാണെങ്കിൽ നമ്മൾ എഫേർട്ട് ഉണ്ട്, ഇപ്പൊ നിനക്ക് ഫീൽ ആവുന്നില്ല നിൽക്കുമ്പോൾ പിന്നെ പിന്നെ നല്ല ക്ലാസ് നീ ഇതിന് കണ്ടിന്യൂ ചെയ്തെന്ന് പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവളാണെങ്കിൽ ഫോട്ടോസ് എടുത്തു തരാൻ പറയുമ്പോഴത്തേക്കില്ല അവൻ മര്യാദയ്ക്ക് ഒരു പിക്ക് പോലും എടുത്തു കൊടുക്കുന്നില്ല. അവളാണെങ്കിൽ അവനെ ഇങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞു നല്ല നല്ല ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ എടുത്തു കൊടുക്കുകയും ചെയ്യും. രണ്ടുപേരും ഒരുമിച്ചുള്ള കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ആണെങ്കിൽ ആ പാവനെ എടുക്കുന്ന മെഷീൻ എടുത്ത് വന്നേക്കോട്ടെ കുറെ കോണി ഇട്ട് നോക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല കേട്ടോ. അവളാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങുക, അവനും അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അവള് എന്നിട്ട് വീണ്ടും ട്രൈ ചെയ്യുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാതെ പറഞ്ഞിട്ട് അടുത്തോട്ട് വരുമ്പോഴത്തേക്കിനും അവൾക്ക് ഒരുമാതിരി ആവുക കേട്ടോ. കറക്റ്റ് അവനാണെങ്കിൽ ആ ഡോൾ എടുത്തത് അവൾക്ക് അതിന്റെ സന്തോഷത്തില് അവനാണെങ്കിൽ പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട് താങ്ക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവനും അവൾക്ക് ഒരുമാതിരി ആവുക. പെട്ടെന്ന് തന്നെ അവൾ മാറിയിട്ട് ഇത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ നിൽക്കുക. അവനും ആ പാവനൊക്കെ കൊടുക്കാട്ടോ. അങ്ങനെ രണ്ടുപേരും ബസ് സ്റ്റോപ്പിൽ വെക്കുമ്പോഴത്തേക്കിനും നല്ല മഴയാ. നിനക്ക് തണുക്കുന്നുണ്ട്, എന്റെ ഷർട്ട് വേണമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതൊന്നും വേണ്ടെന്ന് പറയും. ഇന്നെന്റെ സൈക്ലിംഗ് റൈഡ് ആണെങ്കിൽ ഭയങ്കര മോശമായി പോയില്ലേ. സത്യം പറഞ്ഞാൽ ഞാനൊരു കപ്പിൾസിനെ കണ്ടായിരുന്നു, അവരിങ്ങനെ പോകുമ്പോഴത്തേക്കിനും അതിൽ ആ പെൺകുട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതുപോലെ നീ ഹാപ്പി ആയിരിക്കും വിളിച്ച് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയി പറയുമ്പോ അവളാണെങ്കിൽ ചിരിക്കും കേട്ടോ. ഏതായാലും നിന്റെ പിക്കൊക്കെ അടിപൊളിയല്ലേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ഒരെണ്ണം പോലും നല്ലതല്ലെന്ന് അവന് മനസ്സിലാവുന്ന കേട്ടോ. സോറി, ഞാൻ ഡേറ്റിങ്ങിനെ പറ്റി റിസർച്ച് ചെയ്തോളൂ, ഫോട്ടോഗ്രാഫിനെ പറ്റി ഒന്നും തപ്പിയില്ല, അതാട്ടോ ഇങ്ങനെ പറ്റിയത്. നെക്സ്റ്റ് ടൈം നോക്കാം. ഒരു റൊമാൻറ്റിക് ആയിട്ട് നടക്കുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്തായാലും അടുത്ത വട്ടം പോകുമ്പോൾ ഞാൻ എല്ലാം കറക്റ്റ് ആക്കാൻ വേണ്ടി നോക്കാം. ഞാൻ ഇതിനെക്കാട്ടിലും നല്ലതായിട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിന് അവളാണെങ്കിൽ എനിക്ക് തോന്നി ഇതും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് തന്നെ ആയിരുന്നു ഇന്നാണെങ്കിൽ പറയുമ്പോ പെട്ടെന്ന് അവരാണെങ്കിൽ അവളുടെ മുഖത്ത് മഴത്തുള്ളിയൊക്കെ ആണെങ്കിൽ നീക്കി കൊടുക്കുമ്പോ അവർക്ക് രണ്ടുപേർക്കും ഒരുമാതിരിവാ. അപ്പൊ അതിലൊരു ബസ് ആണെങ്കിൽ പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കിനും വെള്ളമൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കവർ ചെയ്ത് നിൽക്കുക കേട്ടോ. രണ്ടുപേരും അതിനുശേഷം ഞാനിതായിട്ട് ഒരു ബന്ധമില്ലാത്തവർ നിൽക്കുകയും ചെയ്യും. മഴയൊക്കെ കുറച്ച് കുറഞ്ഞതും നമുക്ക് പോവാതും പറഞ്ഞാൽ അവന്റെ ഷർട്ടിൽ കയറിയിട്ട് രണ്ടുപേരാണെങ്കിൽ ഓടുക കേട്ടോ. അങ്ങനെ അവളുടെ ഹോസ്റ്റലിൽ അവിടെ എത്തിയത് നീ ഇവിടെ നിൽക്കുക, ഞാൻ നിനക്ക് കൊട എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കിനും അതൊന്നും ഒന്നും ആവശ്യമില്ല, നീ ഫസ്റ്റ് പോയവാട് കുളിക്കുക അല്ലെങ്കിൽ നിനക്ക് പനിയങ്ങാനും വരും എന്നാണെങ്കിൽ പറയുമ്പോ അവളാണെങ്കിൽ ഏതായാലും നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഞാൻ കൊട എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും കറക്റ്റ് ആ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഗേൾസ് ഹോസ്റ്റലിന്റെ മുന്നിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ എന്റെ ക്ലാസ്മേറ്റിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നാന്ന് പറയും. അയ്യോ നല്ല മഴയാണല്ലോ പുറത്ത്, കയ്യിലാണെങ്കിൽ കൊടയില്ല, ഇന്ന് എന്റെ കൊടി എടുത്തു വേഗം പൊക്കോന്ന് പറയുമ്പോഴത്തേക്കിനും ഇല്ല അവളെ എനിക്ക് കൊടി എടുക്കാനും വന്നേക്കുന്നതെന്നാണെങ്കിൽ പറയുമ്പോൾ അതൊന്നും വേണ്ട, ഇപ്പൊ ഗേറ്റ് ആണെങ്കിൽ അടിക്കും, നിങ്ങൾ കാത്തിക്കുന്ന ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞേക്കാം നീ പോയി എന്നുള്ള കാര്യം എന്നാണെങ്കിൽ പറയുമ്പോൾ ഹീറോ ഓക്കെ എന്ന് പറയുക. അവളെ വിളിച്ച് പറയാന്ന് വെച്ചാൽ ഇവന്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല കേട്ടോ. അതുകൊണ്ട് അവളുടെ കൊടയും മേടിച്ച് അവനങ്ങ് പോവുകയും ചെയ്യും. ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ ഒളിഞ്ഞെന്ന് നോക്കാണ്ട് ആരായിരിക്കും ഇവൻ കൊണ്ടുവിട്ട് ആ പെൺകുട്ടിയെ കാണുന്നു പറഞ്ഞോണ്ട് ഹീറോയിനെ കണ്ടതോ ഓ ഇവളായിരുന്നോ എന്നും പറഞ്ഞോണ്ട് നിൽക്കുക കേട്ടോ. ഹീറോ ആണെങ്കിൽ നേരെ റൂമിൽ വന്നിട്ട് അവളുടെ ഫോട്ടോസ് ഒക്കെ നോക്കി ചിരിച്ചോണ്ടിരിക്കുമ്പോ ഇന്ന് നടന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടാണ് അവള് ചിരിക്കുന്നത്. ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പറഞ്ഞ അഡ്വൈസ് ഒക്കെ വെച്ചിട്ട് അവന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവൻ റിപ്ലൈ ഒക്കെ തരുന്നുണ്ടെങ്കിലും വലിയ ഫലമൊന്നും ഇല്ല, വേറെ എന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ അവന് മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല. അത് തന്നെ നിനക്കൊരു ചാൻസ് ഉണ്ടെന്നാണ് അർത്ഥം. നീ ഒരു കാര്യം ചെയ്യുക, അവനെ കൊണ്ട് പറ്റാത്തത് ഈസി ആയിട്ട് നടക്കാത്ത ഒരു കാര്യം ഹെൽപ്പായിട്ട് ചോദിക്കുക, അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കാന്ന് പറയുമ്പോൾ ഈ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ ഇവള് പറയുന്നൊക്കെ ആണെങ്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടെ ഇങ്ങനെ ചോദിക്കാണ് നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ കുറെ ഡേറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ ഉറപ്പായിട്ടും കുറേ ചെക്കന്മാരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവരെ വീക്ക്നെസ്സിൽ നമ്മൾ നോക്കിയാൽ മതി, ബാക്കിയെല്ലാം അവർ നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നോളും എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ വിളിച്ചിട്ട് പുറത്ത് നല്ല മഴ കൊടയൊന്ന് കൊണ്ടു തരുമെന്ന് നോക്കുമ്പോഴത്തേക്കിനും അവളും കൊടയെ കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ അവിടെ വെച്ചിട്ട് പോവാട്ടോ. അപ്പൊ ഹീറോ ആണെങ്കിൽ മെസ്സേജ് അയക്ക് ഞാൻ റൂമിലെത്തി, അതുപോലെ നാളെ എന്റെ ബർത്ത്ഡേ അവിടെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഡിന്നറിന് പോവാം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കിനോ ഈ പെണ്ണാണെങ്കിൽ അത് പിടിച്ച് ഡിലീറ്റ് ആക്കും കേട്ടോ. അവളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഇവൻ വെയിറ്റ് ചെയ്ത് രാത്രി 12 മണിയായത് ഇവന്റെ അമ്മയാണെങ്കിൽ അവന് വിഷം ചെയ്ത് പൈസ അയച്ചു കൊടുക്കുകയാണ്. ഹീറോയിൻ എന്നിട്ട് കൊടയൊക്കെ കൊടുത്ത് നേരെ റൂമിലോട്ട് വരുമ്പോഴത്തേക്കിന് ആ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. അവളുടെ ഫോണാണെങ്കിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഹീറോ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന്. എന്താ മെസ്സേജ് അയക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ തൊട്ട് നൈറ്റ് വരെ അവന്റെ കൂടെ ഇല്ലായിരുന്നു. അതൊക്കെയാണെങ്കിൽ ആലോചിച്ചിട്ട് ചിരിച്ചിട്ട് അവൻ എടുത്തു കൊടുത്ത ആ ബൊമ്മയൊക്കെ ആണെങ്കിൽ അടിച്ചിട്ട് മെസ്സേജ് അയക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക.
അങ്ങനെ അടുത്ത ദിവസം ഇവർ രണ്ടുപേരാണെങ്കിൽ നടന്നു പോകുമ്പോഴത്തേക്കിന് ടീച്ചറിന്റെ മീറ്റിംഗ് ആണ്. ഇവർ രണ്ടുപേരാണെങ്കിൽ 90 പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ തന്നെ പോകുന്ന പറഞ്ഞിട്ട് അവര് പുകഴ്ത്തിട്ട് പോയത് ഐഫൈതാന്ന് പറഞ്ഞിട്ട് അവന്റെ അതൊക്കെ മേടിച്ചിട്ട് ഇന്നലെന്തും മെസ്സേജ് അയക്കാതിരുന്ന് നിൽക്കും. ഞാൻ മെസ്സേജ് ചെയ്യല്ലോ, നീ അല്ലേ റിപ്ലൈ തരാതിരുന്നേ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് ആ ജൂനിയർ പെൺകുട്ടിക്കാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എന്റെ കൈ കൊണ്ടുണ്ടാക്കി കേക്കാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കിന് അടുത്തിരിക്കുന്ന ഹീറോയിന് ഒന്നും അറിയാത്ത പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നേരത്തെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഹീറോയിനും പറയാണ്, ഞങ്ങൾക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ ഒരേ കോഴ്സാണ് പഠിക്കുന്നത്, ഇവനെ എങ്ങനെ നിനക്കറിയാൻ നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഓരോ അഡ്വൈസ് ഒക്കെ ചോദിക്കാറില്ല, എനിക്ക് ഒരാളെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ക്രഷ് തന്നെ ഇവനാ. അതുപോലെ ക്ലാസ്മേറ്റിന്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് ഇതുപോലെ അറിയില്ലായിരുന്നു, ഇതാ ഇവന് വേണ്ടി ഞാൻ കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ ഹീറോയിനാണെങ്കിൽ അന്ന് നിങ്ങൾ സംസാരിക്കുന്നവന് പോകുമ്പോഴത്തേക്കിനും അവൻ പെട്ടെന്ന് പിടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞില്ലെന്ന് നിൽക്കുമ്പോൾ എനിക്ക് വിശക്കുന്നൊന്നുമില്ല, നിങ്ങൾ കഴിച്ചോന്നും പറഞ്ഞങ്ങ് പോവുകള്. അവന് പുറകെ പോവാന്ന് വെച്ചാൽ ഈ ജൂനിയർ പെൺകുട്ടി ആണെങ്കിൽ വിടുന്നില്ല കേട്ടോ. മിയ സീനിയർ ആണെങ്കിൽ പോട്ടെ നമുക്ക് സംസാരിക്കും, ഇന്ന് കേക്ക് തന്നെ കൊടുക്കുമ്പോൾ എനിക്കിതൊന്നും ഇഷ്ടമല്ല, നീ തന്നെ വെച്ച് പറയുമ്പോൾ ഇല്ല ഇത് നിങ്ങൾ കഴിച്ചോന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവളങ്ങ് പോവുകയും ചെയ്യും. റൂമിൽ വന്ന ഹീറോയിൻ ആണെങ്കിൽ ആ പാവനെ കുത്തിക്കൊണ്ട് മൊത്തം അവനെയാണ് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നീ അപ്പൊ ഇത്രയും നാളെ എന്നോട് ഇടപഴകി നിൽക്കുന്ന നിനക്ക് മാർക്കിന് വേണ്ടി മാത്രമായിരുന്നു അല്ലെ, പോരാഞ്ഞിട്ട് അവൾക്ക് ഞാൻ തന്നെ അഡ്വൈസ് കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞോട്ടെ ആ പാവ എടുത്ത് എറിയുമ്പോഴത്തേക്കിന് കറക്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ക്യാച്ച് ചെയ്തിട്ട് എന്താ പറ്റിയ ഒരു ദേഷ്യം ഉണ്ടല്ലോ, എന്റെ ജലസാണെന്ന് നോക്കുമ്പോൾ ഞാൻ തന്നെ ജലസാവുന്നേ, അന്നാലും ഞാൻ എന്ത് പൊട്ടത്തിയതെന്ന് ആലോചിക്കുകയായിരുന്നു. അവന് ഞാൻ വെറുതെ 90s മാർക്ക് കൊടുത്തു, ക്ലാസ്സിൽ അവനെ ഹെൽപ്പ് ചെയ്തു, പോരാഞ്ഞിട്ട് ആ സീനിയർ പെണ്ണിന് മാച്ച് മേക്കർ ആയിട്ട് ഞാൻ നിന്നും പോയി എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സീനിയർ പെൺകുട്ടി നമ്മുടെ ഹൂനെയാണ് സ്നേഹിക്കുന്നേ. ഏതായാലും അത് നന്നായി, കാരണം നമ്മൾ കൊടുത്ത അഡ്വൈസ് കാരണം അവർ രണ്ടുപേരും ഒന്നാവുകയാണെങ്കിൽ നമുക്കല്ലേ അതിന്റെ ഫലം കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിന്റെ കലിപ്പിനാളിൽ ഹീറോയിൻ ഓൾറെഡി ഇരിക്കുന്ന അവളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് ആ ജൂനിയർ പെൺകുട്ടിയും വന്നിട്ട് ഞാൻ കൈ കൊണ്ടുണ്ടാക്കി കേൾക്കാതുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ദേഷ്യം ഉണ്ടെങ്കിൽ ഹീറോയിൻ അത് കടിച്ചമർത്തി അത് കഴിച്ചോണ്ടിരുന്നിട്ട് ഇനി എന്തെങ്കിലും വേണമെന്ന് ആ പെൺകുച്ചി ചോദിക്കുമ്പോഴത്തേക്കിനും ഫ്രണ്ട് ആണെങ്കിൽ മോളിപ്പോ പോയിക്കോ അതായിരിക്കും നല്ലതെന്ന് പറയും. കറക്റ്റ് ഹീറോ ഇവളെ വിളിക്കുന്നുണ്ടെങ്കിൽ അവളാണെങ്കിൽ കോള് കട്ടാക്കിയിട്ട് കടന്നുറങ്ങും. അടുത്ത ദിവസം അവളാണെങ്കിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ അവനാണെങ്കിൽ അടുത്ത് വന്ന് ഇരിക്കാൻ നേരത്തെ അവള് ബാഗ് എടുത്ത് വെക്കുക, അവളുടെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഞാൻ ഇന്നലെ അങ്ങനെ നിന്നോട് മിണ്ടാതെ പോയതുകൊണ്ട് നിനക്ക് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ നിൽക്കുമ്പോ എനിക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ, എന്നിട്ടാണ് ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തെ, അതെനിക്ക് തോന്നിയില്ല എടുക്കാൻ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് പറയും. ഈ വർത്താനത്തിൽ തന്നെ ഉണ്ടല്ലോ എന്നോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ആ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹീറോക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വരുവട്ടെ ഇന്ന കഴിക്കുന്ന പറഞ്ഞുകൊണ്ട് ഇത് കാണുമ്പോഴത്തേക്കിന് ഹീറോയിൻ ആണെങ്കിൽ ആ ദേഷ്യത്തിൽ സ്പീഡിൽ അങ്ങ് കഴിക്കാട്ടോ. അവൻ പറയുന്നുണ്ട് പയ്യെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തൊണ്ടേ കൂടുന്നു. എന്നാലും അവൾ അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് എടുത്ത് കഴിച്ചിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് പോവാൻ നേരത്താ അവനാണെങ്കിൽ പെട്ടെന്ന് കൈ പിടിക്കും, ഞാൻ പറയുന്നത് കേൾക്കുന്ന പറഞ്ഞുണ്ട് ആ പെങ്കൊച്ചു അതേപോലെ ഹീറോയിന്റെ കൈ പിടിക്കാട്ടോ. നിങ്ങളുടെ രണ്ടുപേരും ഡേറ്റ് ഞാൻ കാരണം നശിച്ചു നോക്കുമ്പോ ആരിവനെ ഡേറ്റ് ചെയ്യുന്നു, ഞാൻ ഇവനൊന്ന് ഡേറ്റ് ചെയ്തില്ലെന്നും പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിന്റെ കൈയാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് വിടാൻ വേണ്ടിട്ട് അവള് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കിന് ചെറുതായിട്ടൊന്ന് വലിച്ചുള്ളൂ, അപ്പത്തേക്കിന് പെണ്ണാണെങ്കിൽ നിലത്ത് വീഴുവാട്ടോ. അവളായിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ ഓക്കെയാണ്, സീനിയറുടെ മേലിൽ ഒരു തെറ്റുമില്ലെന്ന് പറയുമ്പോൾ ഹീറോയിൻ അവിടുന്ന് പോവുകയും ചെയ്യും. അവള് കൈ താന്ന് പറഞ്ഞിട്ട് ഹീറോക്ക് കൊടുക്കുമ്പോഴത്തേക്കിന് നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്നാ പിന്നെ തന്നെ അങ്ങോട്ട് എണീച്ചൂടെ പറഞ്ഞിട്ട് അവനങ്ങ് പോവുകയും ചെയ്യും. പക്ഷെ അവൻ പോകുമ്പോൾ അവന്റെ ഷർട്ട് ആണെങ്കിൽ അവിടെ വെച്ചിട്ടായിരുന്നു പോയത്, അതാണെങ്കിൽ പെണ്ണെടുത്ത് വെക്കുന്നതുകൊണ്ട് അങ്ങനെ ഇവളാണെങ്കിൽ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴത്തേക്കിന് യുവാനാണെങ്കിൽ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് മാജിക് ഒക്കെ കാണിച്ച് ഒരു ലോലിപോപ്പ് എടുത്ത് കൊടുക്കുമ്പോ അവൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഹീറോ അങ്ങോട്ട് കയറി വരുന്ന കണ്ടതാ അവള് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു കഴിക്കും. അവൻ അവിടെ വന്നിട്ട് ഞാൻ മെസ്സേജിൽ എന്താ നീ റിപ്ലൈ തരാത്തേന്ന് നോക്കുമ്പോഴത്തേക്കിന് നീ മെസ്സേജ് ഇരുന്നു ഞാൻ കണ്ടതേ ഇല്ലെന്ന് അവള് പറയും. അപ്പൊ യുവാനാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഇവൾ എന്നോടാണ് മെസ്സേജ് കൊണ്ടേ ഇരിക്കുന്നത്, നീ ഒന്നും ചെക്ക് ചെയ്യാറില്ലേ നോക്കും. അപ്പൊ പെട്ടെന്ന് ഹീറോ പറയാ യുവാൻ നീ നിന്റെ സീറ്റിൽ പോയിരിക്കുക, ക്ലാസ് ഇപ്പൊ തുടങ്ങും പറയുമ്പോഴത്തേക്കിന് അവൻ എവിടെയും പോകുന്നില്ല, നീ ഇനി എന്റെ പാർട്ട്ണറും ആയിരിക്കില്ല എന്ന് ഹീറോയും പറയുമ്പോ അതെങ്ങനെ നിനക്ക് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുന്ന എന്നോട് കൂടി ചോദിക്കേണ്ടത് പറയുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ തീരുമാനം അതുപോലെ നടക്കുള്ളൂ പറയുമ്പോ യുവാനും വേണമെങ്കിൽ നമുക്ക് മൂന്നുപേർക്കും കൂടി ഇരിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മിയ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കുന്നു പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാട്ടോ. മിയ ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ ശരിക്കും ഈ തീരുമാനം എടുത്തോ, ഇനി നമ്മൾ പാർട്ട്നേഴ്സ് ആയിക്കില്ലേ എന്നാണ് ചോദിക്കുമ്പോ അവളുടെ മനസ്സാണെങ്കിൽ ലൈറ്റ് ആയിട്ടൊന്ന് മാറാൻ വേണ്ടി നിൽക്കുമ്പോ കറക്റ്റ് ജൂനിയർ പെൺകുട്ടി അടി ഓടി വരും കേട്ടോ. ഇത് നോക്കിക്കേ സീനിയർ നിങ്ങളുടെ ഷർട്ട് നിങ്ങൾ മിസ്സാക്കിയിട്ട് പോയത് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഹീറോയിൻ ഇതും കൂടി കണ്ടപ്പോൾ നല്ല ദേഷ്യം വന്നിരിക്കുവാൻ നമുക്ക് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പോവാം നമുക്ക് കളിക്കാന്ന് പറഞ്ഞില്ല അപ്പൊ പോവാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ ഇവന് പുറകെ പോകാൻ നിൽക്കുമ്പോ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ വെടുത്തില്ലട്ടോ ഒന്ന് പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് അവളെ തട്ടി മാറ്റിട്ട് അവരെ പുറകെ പോവാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവൻ അവസാനം ഇവന്റെ സാറിന്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ. എന്താ പറ്റിയേ ക്ലാസ് കട്ട് ചെയ്തു നോക്കിയപ്പോ ഞാൻ ക്ലാസ് കട്ട് ചെയ്തു അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഫെയിൽ ആക്കിക്കോന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടിരിക്കുക. ഇവന്റെ ഈ കളി കണ്ടത് ഏകദേശം സാറിന് കാര്യം മനസ്സിലായിട്ട് എന്ത് പ്രശ്നമാണെങ്കിൽ അവളോട് നേരിട്ട് പോയി സംസാരിക്കുക എല്ലാം തീരും
എന്നാണെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ യുവാനാണെങ്കിൽ ഗെയിംസ് ഒക്കെ കളിച്ചോഴിക്കുമ്പോഴത്തേക്കിനോ ഹീറോയിന്റെ മനസ്സൊക്കെ ആണെങ്കിൽ അലിഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് അവന് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കിനെ എന്തെങ്കിലും സെൻഡ് ആവുന്നില്ല. കാരണം ഹീറോ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടേക്കോ. അതിന്റെ ദേഷ്യത്തിൽ നിൽക്കുമ്പോ അവനും വന്നിട്ട് ഇത്ര നേരം ഓക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്റെ മുഖത്ത് പെട്ടെന്നൊരു മാറ്റം വന്നേ, എന്താ പറ്റിയെന്ന് നോക്കുമ്പോ ഏതോ ഒരു പെൺകുട്ടിക്ക് അവിടെ വന്നിട്ട് ഹീറോയിന് ദേഷ്യപ്പെടുക കേട്ടോ. നിനക്ക് എങ്ങനെ എന്റെ ബോയ് ഫ്രണ്ടിന് കൂടെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നു, എന്റെ ബോയ് ഫ്രണ്ടിനെ നീ എന്തിനാ സെഡ്യൂസ് ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുക. അവൾക്ക് ഇതെന്താ സംഭവം മനസ്സിലാതെ ആര് ഡേറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നോക്കുമ്പോ യുവാനാണെങ്കിൽ പെട്ടെന്ന് കളം മാറും കേട്ടോ. ആ പെണ്ണിനെ പിടിച്ചിട്ട് ബേബി ഈ പെൺകുട്ടി ഒരു പാവാട്, അവളുടെ കൂടെ ആരും പാർട്ട്നേഴ്സ് ആയിട്ടില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചായിരുന്നോട്ടെ, ജസ്റ്റ് ഞാനൊരു പാർട്ട്ണറായിട്ട് നിന്നെയാന്ന് പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ യുവാൻ നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കും, നീയല്ലേ എന്റെ പാർട്ട്ണർ ആവണമെന്ന് പറഞ്ഞ് വന്നേന്ന് നോക്കുമ്പോഴത്തേക്കിനും മിയ ഞാൻ നിന്നെ ഒരു ജസ്റ്റ് ക്ലാസ്മേറ്റ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ, പോയിന്റ്സ് രണ്ടിന് മാത്രമേ നിന്റെ പാർട്ട്ണർ ആകാൻ വേണ്ടി ഞാൻ സമ്മതിച്ചേ, എന്റെ ഗേൾ ഫ്രണ്ടിനോട് അത് പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നത് വെക്കുമ്പോ ആ പെണ്ണ് പേരാണെങ്കിൽ ഹീറോയിനെ പിടിച്ചു വെക്കാട്ടോ. എന്റെ ബോയ് ഫ്രണ്ടിനോട് നീ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ബഹളം തന്നെ നടക്കുകയാണ്. ചുറ്റും ആൾക്കാർ കൂടുകയാണ്. ആ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ കൃത്യസമയത്ത് അവിടെ വന്നിട്ട് ഇതൊക്കെയാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവാൻ നിന്നാൽ പോലും അവളാണെങ്കിൽ വിടത്തില്ല കേട്ടോ. അപ്പൊ യുവാൻ വരെയാണെങ്കിൽ എന്റെ ഗേൾ ഫ്രണ്ടിനോട് സോറി ചോദിക്കും മിയ ഇന്ന് വരെ പറഞ്ഞ് ടോർച്ചർ ചെയ്യുക കേട്ടോ. അവൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അവളുടെ കൈ തട്ടി മാറ്റുമ്പോഴത്തേക്കിന് ഈ പെണ്ണാണെങ്കിൽ മീക്കിട്ട് ഒരു അടിയങ്ങ് വെച്ചു കൊടുക്കുകയും ചെയ്യും. കറക്റ്റ് അവിടേക്കപ്പോ ഹീറോ വന്നിട്ട് അവന്റെ മേത്തോട്ട് ബോൾ എടുത്തെറിഞ്ഞിട്ട് മഴയ്ക്ക് യുവാൻ മിയയുടെ സോറി ചോദിച്ചെന്ന് പറയുമ്പോ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഇത് ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കാം. ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണ്, നീ ചെയ്ത വലിയ തെറ്റാ, അതുകൊണ്ട് മഴയ്ക്ക് അവളോട് സോറി ചോദിച്ചോ. മേക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവാണ് ഇവൻ ഇങ്ങനെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കറക്റ്റ് ഹീറോ പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ ഇപ്പൊ സോറി ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവര് സോറി ചോദിക്കുന്നത്. അവളെയും കൂട്ടി അവരങ്ങ് പോവുകയും ചെയ്യും. യുവാനാണെങ്കിൽ ആ പെൺകുട്ടിയോട് സോറി ചോദിക്കുമ്പോഴത്തേക്കിന് അവളാണെങ്കിൽ ഒരു അടി അടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ കണ്ട് ജൂനിയർ പെൺകുട്ടിക്കാണ് സഹിക്കാൻ പറ്റാതെ. കാരണം ഹീറോ ആണെങ്കിൽ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ, ആ ദേഷ്യം ഉണ്ട് അവളുടെ മനസ്സിലെ. എന്നോടുള്ള ദേഷ്യത്തിലാണ് നീ യുവാന്റെ കൂടെ ചുറ്റി കറങ്ങിയെന്ന് വെക്കുമ്പോഴത്തേക്കിനാ അവളാണെങ്കിൽ നിന്റെ പുറകെ എപ്പോഴും ജൂനിയർ പെൺകുട്ടികൾ തന്നെയല്ലേ. ഓ നീ ആരും ഉദ്ദേശിക്കുന്ന ആ പെണ്ണിനാണ്, ആ ജൂനിയർ പെണ്ണിനെ, അവളെ ഞാൻ മൈൻഡ് ആക്കാറ് പോലും ഇല്ല. ഏതായാലും നീ യുവാനും മെസ്സേജ് അയച്ച് നിങ്ങൾ രണ്ടുപേരും മുഖത്ത് ചിരിയൊക്കെ വരുന്ന അത്രയൊന്നും തരത്തിൽ ഞങ്ങൾ പോയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ഓ അപ്പം നിനക്ക് ജലസായിട്ടാണോ നീ എന്നെ ബ്ലോക്ക് ചെയ്ത് നോക്കുമ്പോ അവരാണെങ്കിൽ ജലസൊന്നുമില്ല. പക്ഷെ നിന്നെ ബ്ലോക്ക് ചെയ്തത് ഏകദേശം ആ യുവാന്റെ കൂടെ കറങ്ങി നടക്കുന്ന കണ്ടിട്ടാ. ഇന്നാണെങ്കിൽ പറയുമ്പോ അതല്ലേ ഞാൻ ചോദിച്ചത് ജലസാണോ എന്ന്, അത് സമ്മതിക്കുന്നു പറയുമ്പോ അത് അവൻ സമ്മതിക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് അവന്റെ ഫോൺ എടുത്തിട്ട് അവളാണെങ്കിൽ അവളുടെ അക്കൗണ്ടൊക്കെ അൺബ്ലോക്ക് ആക്കിയിട്ട് ഇനി നീ ബ്ലോക്ക് ആക്കാനൊന്നും പാടില്ല കേട്ടോ, കാരണം എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എനിക്ക് നിന്നോടല്ല പറയാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോ അവളുടെ മുഖത്ത് അവൻ പിടിച്ചിട്ട് നല്ലോണം വേദനിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോ ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. ഏതായാലും ഇനി നാളെ തൊട്ട് നീ ക്ലാസ്സിൽ വരണമെന്ന് പറയുമ്പോഴത്തേക്കിനാ അവനൊന്നും പറയുന്നില്ല. അടുത്ത ദിവസം അവൻ ക്ലാസ്സിന് പോകുന്നില്ല. അവനൊരു ലോ സ്റ്റുഡന്റ് ആണല്ലോ, അതിന്റെ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി വന്നേക്കോട്ടോ. ഒരു ഡിവോഴ്സ് കേസാണ്, രണ്ടുപേരും സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കാൻ എങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്, രണ്ടുപേർക്കും തുല്യമായിട്ട്. ഇതൊക്കെ കണ്ട നമ്മുടെ ഹീറോ പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾക്കൊരു ജോലി പോലും സ്ഥിരമായിട്ടില്ല, ആ സ്ഥിതിക്ക് ഈ എഗ്രിമെന്റ് ഒക്കെ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഒന്നുമില്ല, നിങ്ങൾ ആലോചിച്ചും കണ്ട് തീരുമാനം എടുക്കുന്ന പറയുമ്പോ ആ ലേഡി ആണെങ്കിൽ പറയോ ഒന്നുമില്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ കുടുംബം പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് അവർക്ക് സ്വത്തുക്കളുടെ പാതി കൊടുക്കുന്നതാണ് നല്ലത് എന്നാണെങ്കിൽ പറയുമ്പോ ഹീറോ ആണെങ്കിൽ എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നാണെങ്കിൽ വീട് പറയുമ്പോ ആ ലേഡിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു ക്ലയന്റ് പറയുന്നത് സമ്മതിക്കല്ലേ ഒരു വക്കീല് ചെയ്യേണ്ടത്, ഇതെന്താ ഞാൻ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് നീ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഞാനിവിടെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ ഇവിടെ ക്യാഷിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ചോദിക്കുമ്പോ പ്രൊഫസർ ആണെങ്കിൽ കറക്റ്റ് ടൈം വന്നിട്ട് സോറി സോറി എന്നാണെങ്കിൽ പറഞ്ഞോടിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇവിടെ ബെനിഫിറ്റിനുള്ള പ്രാധാന്യം കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ലേഡി എനിക്ക് ലോയർ ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞത് ഓക്കെ എനിക്ക് പകരം വേറെ ആരെങ്കിലും നിങ്ങൾ വെച്ചോ, പക്ഷെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി, അതിൽ ഞാൻ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നത് എന്നാണെങ്കിൽ പറയുമ്പോൾ പ്രൊഫസർക്ക് നല്ല ദേഷ്യം വന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നിനക്ക് നല്ലോണം ബുദ്ധിയും കുറച്ച് ഇതൊക്കെ വരട്ടെ എന്ന് വെച്ചിട്ട് ആ കോഴ്സിൽ കൊണ്ട് ചേർത്തെ, ഇപ്പൊ മൊത്തത്തിൽ മാറി നീ ഒന്നും കൂടി മോശമായിട്ടാണല്ലോ വന്നേക്കുന്നത്, ഇനി നീ ഈ സ്ഥലം വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ മൊത്തത്തിൽ ഇവിടുന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞോടിക്കുമ്പോ ഇതൊക്കെ കേട്ട ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് ആ ലേഡിയോടാണെങ്കിൽ സോറി ചോദിക്കാണ്, ഞാനിവന്റെ ക്ലാസ്മേറ്റ് ആണ്, എടാ സോറി ചോദിക്കുന്ന പറഞ്ഞ് അവനെ കൊണ്ട് നിർബന്ധിച്ച് സോറി ചോദിപ്പിക്കുമ്പോഴത്തേക്കിന് ആ ലേഡി പറയുന്നതെന്ന് വെച്ചാൽ ഇവന് പകരം പ്രൊഫസർ നിങ്ങൾ ഈ പെൺകുട്ടീനെ സ്റ്റുഡൻസ് ആക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞു പോവും. ഹീറോയിൻ ആണെങ്കിൽ ആ ലേഡിയുടെ പുറകെ പോയിട്ട് പറയാണ് ഞാനൊരു ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് എനിക്കൊരു മോഡലിന് ആവശ്യമുണ്ട്, നിങ്ങളാണ് അതിന് ഏറ്റവും പെർഫെക്റ്റ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ആ ലേഡീനെ ആണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിന് കൊണ്ടുവരുക. ഹീറോ തന്നെയാണ് അസിസ്റ്റന്റ് ആക്കിയേക്കുന്നത്, ഇത് അവള്
ഉണ്ടാക്കിയ ഡ്രസ്സാട്ടോ അവരെ കൊണ്ട് ഇടിയിപ്പിച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത്. അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഹീറോ പാവമാണെന്ന് അവൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിലൊരു ചില കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ലേഡീനെ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് ഇവര് തമ്മിലുള്ള പ്രശ്നമൊക്കെ ആണെങ്കിൽ തീർത്തങ്ങ് വിടുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുക കേട്ടോ. നീ എന്തിനാ ലോ ഓഫീസിലോട്ട് വന്നേന്ന് വെക്കുമ്പോഴത്തേക്കിനും നിന്നെ ക്ലാസ്സിൽ കണ്ടില്ല, അതുകൊണ്ട് നിന്നെ വിളിക്കാൻ വേണ്ടി വന്നേ എന്നാണ് എനിക്ക് പറയുമ്പോൾ, ഏതായാലും നീ ഇന്ന് ഒരുപാട് സഹായം എനിക്ക് ചെയ്ത് എന്തായാലും താങ്ക്സ്. പക്ഷെ നീ ഉണ്ടാക്കിയ ഡ്രസ്സ് ആ ലേഡിക്ക് കൊടുക്കേണ്ട വന്നില്ലെന്ന് പറയുമ്പോൾ, ഞാനൊരു ഫാഷൻ ഡിസൈനർ അല്ലേ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഉണ്ടാക്കിയ ഒരു സംഭവം കണ്ട ഒരാൾ സന്തോഷിക്കുകയാണെങ്കിൽ അതിലേറെ സന്തോഷമായിരിക്കും എനിക്ക്. പക്ഷെ ആ ലേഡിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ അവരും അവരുടെ ഹസ്ബൻഡ് എന്ത് സന്തോഷത്തോടെ ആയിരിക്കും ജീവിച്ചു പോകുന്നത്. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും അവർ ഈ ഡിവോഴ്സിലിട്ട് വരെ എത്തിയത്. ലവ് എന്ന് പറയുന്നത് അത് നമ്മൾ പ്രകടിപ്പിക്കണം, അല്ലാതെ ഒളിച്ചു വെച്ചേക്കരുത്. എന്നാലൊക്കെ ഡിവോഴ്സ് ഒക്കെ കൂടുതൽ നടക്കുന്നെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് പറയാണ്, ഞാൻ ഇനി മുതൽ മിയ ക്ലാസ്സിൽ വരാം, പക്ഷെ അത് മാർക്കിന് വേണ്ടിയിട്ടൊന്നുമല്ല, നിനക്ക് വേണ്ടിയിട്ട്. കാരണം നീ പറഞ്ഞ പോലെ ധൈര്യത്തോടെ ഞാനൊരു കാര്യം നിന്നോട് പറയാൻ പോവാ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് അതിന് ഓക്കെ ആണോ എന്നാണെങ്കിൽ ചോദിക്കുമ്പോൾ അവളും അത് ഓക്കെ എന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം മിയ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കിനെ എല്ലാവരും ഇവളെ പറ്റി പറഞ്ഞ് ഓരോന്നൊക്കെ കളിയാക്കാണ്. നിങ്ങൾ എന്നെ പറ്റി സംസാരിക്കുന്നെങ്കിൽ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും കൂടി അത് കേട്ട് ചിരിക്കാമെന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അടിമേടിച്ച ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണെങ്കിൽ വൈറലാക്കിയിട്ട് അതിന്റെ കൂടെ ഒരു ഓഡിയോ കൂടി ആണെങ്കിൽ ചേർത്തിട്ടുണ്ട്. അതായത് ഇവളാണെങ്കിൽ ആ ജൂനിയർ പെൺകുട്ടിക്ക് ഒരു അഡ്വൈസ് കൊടുത്തില്ലായിരുന്നു, പയ്യന്മാരൊക്കെ ഭയങ്കര സിമ്പിളാണ്, അവരെ വീക്ക്നെസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും വളയ്ക്കാൻ, ഞാൻ അതേപോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആ ഓഡിയോ കൂടി ആ വീഡിയോനകത്ത് കയറ്റി വെച്ചിട്ട് ഹീറോയിന്റെ പേര് തന്നെ ആ ജൂനിയർ പെണ്ണിനാണെങ്കിൽ ഇപ്പൊ ഇല്ലാണ്ടാക്കിയേക്കുക. ഹീറോ അവിടേക്ക് വന്നിട്ട് ഈ വീഡിയോ ഞാൻ കണ്ടു, ഇത് ചെയ്ത വ്യക്തിനെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നേരെ ആ ജൂനിയർ പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഇത് നീയാ ചെയ്തതെന്ന് അറിയാം, ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കിന് ആ പെങ്കൊച്ചാണെങ്കിൽ സീനിയർ ഇത് നിങ്ങളോ വേറൊരാളുടെ ബോയ് ഫ്രണ്ട് എങ്ങനെ തട്ടിയെടുക്കാൻ തോന്നി നോക്കുമ്പോ അത് ഇതിനെപ്പറ്റി വിശദീകരിക്കുമോളെന്ന് നോക്കുമ്പോ എന്തിനാ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇറക്കുന്നത്, അത് ഞാനൊന്നല്ല, അതുപോലെ സീനിയർ നിങ്ങൾക്ക് ഒരുപാട് പയ്യന്മാരെ സ്നേഹിക്കാലോ, ഹൂനെ മാത്രം വെറുതെ വിട്ടേക്ക് എന്നാണെങ്കിൽ പറയുമ്പോ ഹൂൻ പറയാണ്, നീ വിഷയത്തിൽ നിന്ന് തന്നെ മാറില്ലേ, ഇതിനെപ്പറ്റി പറയാ, ഈ വീഡിയോ ഏത് അക്കൗണ്ടിൽ നിന്ന് വന്നേക്കുന്നതൊക്കെ കണ്ടുപിടിച്ചോ, അത് നിന്റെ അക്കൗണ്ടാന്ന് കൺഫേം ആണ്, അതിന്റെ തെളിവുണ്ട്. ഇങ്ങനെ ഓഡിയോയും വീഡിയോയും മിക്സ് ആക്കി ഇട്ടിട്ട് ഒരാളുടെ പേരില്ലാണ്ടാക്കുന്ന അത്ര വലിയ സാമർത്ഥ്യമൊന്നുമല്ല, ഇത് പോലീസ് കേസ് വരെ ആവാം എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും ഹീറോയിനും പറയാണ്, സീനിയർ നിങ്ങളും ഞാനും ഒരേ ടൈമിലാണ് ഹൂനെ കണ്ടെങ്കിലും ഞാൻ നിങ്ങളെക്കാട്ടിലും കൂടുതൽ ഹൂനെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളൊരു ചീറ്ററാണ്, അങ്ങനെ ഒരു ഗേളുമായിട്ട് എനിക്ക് മത്സരിക്കാൻ പോലും താല്പര്യമില്ല, ഇവളെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ആണ് ഞാൻ, പിന്നെന്താ നിങ്ങൾ എന്നെ കാണാത്ത പോലെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ പറയുക, നീ സ്നേഹിക്കുന്നത് ഹൂനെ ആയിരുന്നു എന്ന് എനിക്ക് ആദ്യം തൊട്ട് ഒന്നും അറിയത്ത പോലില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്, അതൊക്കെ പോട്ടെ, നീ ചെയ്തത് വലിയ തെറ്റാണ്, ഇത് പോലീസ് കേസ് ആക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്നോട് സോറി ചോദിക്കുന്ന പറയുമ്പോ ആ പെങ്കൊച്ചാണെങ്കിൽ സോറി ചോദിക്കുന്ന പോലെ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ കൈ പിടിച്ചിട്ട് നീ ചെയ്തതിനൊക്കെ നീ അനുഭവിക്കുന്നു പറഞ്ഞാൽ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ടത് ജൂനിയർ പെണ്ണിന് ദേഷ്യം വന്നിട്ട് ഫസ്റ്റ് ഇവക്ക് ഒരു ബ്രേസ്ലെറ്റ് കൊടുത്തില്ലായിരുന്നു, അതൊക്കെയാണ് എടുത്തെറിയുന്നുണ്ട്. അവനും അവളോട് സോറി, ഇതൊക്കെ ഞാൻ കാരണം ഉണ്ടായെന്ന് പറയുമ്പോ നീ കാരണമൊന്നുമല്ല, ഏതായാലും നീ കാരണം എന്തായാലും എനിക്കിപ്പോ രക്ഷപ്പെടാൻ പറ്റിയെന്ന് പറയുമ്പോ അവനിങ്ങനെ നോക്കുന്നുണ്ട്, അവളുടെ മുഖമൊക്കെ എനിക്ക് ബ്ലഷ് ആവുകയാണ്. പിന്നെ അടി കിട്ടിയൊന്ന് ചുമന്നിരിക്കുന്നത് വെക്കുമ്പോ ഇതിനെപ്പറ്റിയൊന്നും നിനക്കറിയില്ല, ഇത് ബ്ലഷാന്ന് പറയുമ്പോ സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, നിന്നെ കാണാനേ നല്ലതാണ്, പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖഭാവം ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിൽ അപ്പൊ എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് നീ സമ്മതിച്ചല്ലേ നോക്കുമ്പോ അവരും അതേ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് സമ്മതിച്ചങ്ങ് കൊടുക്കുകയും ചെയ്യും. ഇവരിപ്പോ ഭയങ്കര ഹാപ്പിയാ. എന്നിട്ട് ഇവള് റൂമിൽ വരുമ്പോഴത്തേക്കിന് ജൂനിയർ പെണ്ണാണെങ്കിൽ സോറി ചോദിച്ചൊരു വീഡിയോ ഒക്കെ ആണെങ്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഹീറോയിനോട്. അപ്പത്തേക്കിന് ഫ്രണ്ടും പറയുക, ആ ഹൂ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ച്, അവൻ നേരത്തെ ഇങ്ങനെയായിരുന്നു നിൽക്കുക, അവൻ നേരത്തെ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് ഹൂവിന് വേണ്ടിയിട്ട് ഒരു സൂട്ടൊക്കെ ആണെങ്കിൽ അവൾ ഇപ്പൊ ഡിസൈൻ ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ ഒരു ലോ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ടോപ്പർ ആയതുകൊണ്ട് ഒരു സ്പീച്ച് കൊടുക്കാനുണ്ട്, അതിന്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവന് വേണ്ടിയിട്ട് സൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ, നിനക്കൊരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അളവൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് അവനൊരുമാതിരി കിക്ലിയൊക്കെ ആവും കേട്ടോ. എന്നാലും അവൾ അഡ്ജസ്റ്റ് എടുക്കുമ്പോഴത്തേക്കിനും മുഖം വീണ്ടും റെഡ് ആവുപോയി. ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാല് ഇവനാണെങ്കിൽ പെട്ടെന്ന് കിസ് ചെയ്തിട്ട് ഇനി എടുത്തോന്ന് പറയുമ്പോ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പോവും. തിരിച്ചു പോകാൻ നേരത്തെ ഇവരെ വണ്ടി ആണെങ്കിൽ കംപ്ലൈന്റ് ആയി തോന്നുന്നു. 40 മിനിറ്റ് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാണെങ്കിൽ നിന്റെ ഹോസ്റ്റലെത്താന്ന് പറയുമ്പോ എന്നെ കൊണ്ട് ഇനി ഒരു അടി നടക്കാൻ പറ്റില്ലെന്ന് പറയും. എന്നാ ആ കാണുന്നത് എന്റെ വീടാണ്, ഇന്ന് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാന്ന് പറയുമ്പോ വീട് കണ്ടതവളാണെങ്കിൽ നീ റിച്ച് ആണെന്ന് നോക്കും ലൈറ്റ് ആയിട്ട്. എന്നാലും നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് നീ പേടിക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് റൂമുണ്ട്, ബാത്റൂമിൽ വേറെ ലോക്കാന്ന് പറയുമ്പോ ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്, നീ ഇങ്ങനെ ഡെയിലി ഒരു പെമ്പിള്ളേർ ഇതൊക്കെ പറഞ്ഞിങ്ങനെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് വെക്കുമ്പോ ഇല്ലല്ലോ എന്റെ വീട്ടില് എന്റെ അമ്മേനെ മാത്രമേ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോ അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞെന്ന് പറഞ്ഞ് രണ്ടുപേരാണെങ്കിൽ വീട്ടിലോട്ട് വരട്ടെ, അവൾക്ക് കഴിക്കാനുള്ള ഫുഡും പിന്നെ അവള് വീടൊക്കെ ആണെങ്കിൽ ചുറ്റി കറങ്ങി നോക്കുമ്പോ ഡ്രസ്സൊക്കെ ആണെങ്കിൽ കൊടുത്തിട്ട് മുകളിലുണ്ട് അവിടെ പോയി കുളിച്ചെന്ന് പറയുമ്പോ അവളും കുളിച്ചിട്ട് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കിന് എന്താ ശബ്ദം കേൾക്കുക, പോയി നോക്കുമ്പോഴത്തേക്കിന് ഷവർ ആണെങ്കിൽ പൊട്ടി വീണേക്കും കേട്ടോ. ഞാൻ നേരാക്കുന്നു പറഞ്ഞുകൊണ്ട് അവള് നേരാക്കുമ്പോഴത്തേക്കിന് മൊത്തത്തിൽ അങ്ങ് കേടാക്കി വിടുക. പിന്നെ അവിടെ ചെറിയ
റൊമാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രണ്ടുപേരും ഒരുമിച്ചാണ് ക്ലാസ്സിൽ വരുന്നത്. ഫ്രണ്ട് ഇത് കണ്ടതോ ഇന്നലെ മൊത്തം എവിടെയായിരുന്നു, ഇവന്റെ കൂടെ ആയിരുന്നു, ഒരുമിച്ചായിരുന്നു നോക്കിയപ്പോഴത്തേക്കിനും മിണ്ടാതിരിക്കും. വണ്ടി കംപ്ലൈന്റ് ആയി, അതുകൊണ്ട് അവന്റെ കൂടെ നിന്ന് എന്നാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മിസ് അവിടെ വന്നിട്ട് പറയുക നിങ്ങളുടെ കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആവാനായി, അതുകൊണ്ട് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു സിറ്റുവേഷൻ ആണ്, എല്ലാവരും അതിനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞ് ടീച്ചറാണെങ്കിൽ പറയാൻ വേണ്ടി തുടങ്ങുക. നിങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും കാറാണെങ്കിൽ കംപ്ലൈന്റ് ആയി വഴിയിൽ നിൽക്കുമ്പോഴത്തേക്കിനും പയ്യന്റെ വീടാണെങ്കിൽ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ പയ്യന്റെ വീട്ടിൽ നിൽക്കോ ഇല്ലയോ എന്നാണെങ്കിൽ ചോദിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ പറയുന്നത് വണ്ടി നേരാക്കിയിട്ട് നേരെ വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അതിനിപ്പോ എന്താ, വണ്ടി നാളെയാണെങ്കിൽ നേരാക്കാലോ, ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും എല്ലാവരും അടിച്ചിരിക്കും. സംഭവം ഇന്നലെ ഇവന്റെ കൂടെ ആയിരുന്നല്ലോ അവള്. രണ്ടുപേരാണെങ്കിൽ ഹെയർ ഡ്രയർ ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് പിന്നെ ആകാശമൊക്കെ നോക്കി ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നലെ നൈറ്റ് മൊത്തം പോയത്. അതൊക്കെ ആലോചിച്ചിട്ടാണ് ചിരിക്കുന്നത്. അങ്ങനെ ഹീറോ ആ സ്പീച്ച് കൊടുക്കേണ്ട ദിവസവും വരുവാണ്. ഹീറോയിൻ ആണെങ്കിൽ അവനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവള് ഉണ്ടാക്കിയ ഡ്രസ്സാണ് അവൻ ഇട്ടേക്കുന്നതും. അങ്ങനെ അവിടുത്തെ സ്പീച്ച് എല്ലാം പറഞ്ഞതിന് ശേഷം രണ്ടുപേരാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കോ കേട്ടോ. ആ ജൂനിയർ പെൺകുട്ടി പിന്നെ വന്നായിരുന്നു നിൽക്കുമ്പോ അവളുടെ ശല്യമൊന്നും ഇപ്പൊ ഇല്ല. അതുപോലെ യുവാനായിട്ട് നീ ഇപ്പൊ സംസാരിക്കാറുണ്ടോ നിൽക്കുമ്പോ അന്നത്തോടെ അവനുമായിട്ടുള്ള വർത്താനം നിന്ന് പിന്നെ ഞാൻ അവനോട് സംസാരിച്ചിട്ടേ ഇല്ല. ഏതായാലും നമുക്കിപ്പോ ഒരു ഡ്രിങ്കിങ് ഗെയിം കളിച്ചാലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണെങ്കിൽ തോക്കുമ്പോഴത്തേക്കിന് അപ്പുറം ഇപ്പുറം കുടിക്കുക കേട്ടോ, നല്ലോണം കുടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഞാൻ പോയിട്ട് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കിന് അപ്പുറത്തെ ടേബിളിൽ ഒരു പയ്യനാണെങ്കിൽ ഒരു പെൺകുട്ടി റെസ്റ്റ് റൂമിൽ പോയ ടൈമിൽ അവളുടെ ഡ്രിങ്ക്സിലാണെങ്കിൽ എന്തോ പൊടി എന്തോ കലർത്തുന്നുണ്ടോ. ഇതാണെങ്കിൽ ഹീറോയിൻ കാണുകയും ചെയ്യും. ആ പെങ്കൊച്ചൊന്നും അറിയാതെ അവിടെ വന്നിരുന്ന് അത് കുടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് ഹീറോയിൻ ആണെങ്കിൽ അത് കുടിക്കല്ല, ഇവൻ അതിനകത്ത് എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് ഇല്ല ഇതിന്റെ നല്ലൊരു ഫ്രണ്ടാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് അവനും അത് തന്നെയാണ് പറയുന്നത്. ഈ പ്രശ്നം കേട്ട് വന്ന ഹീറോ ആണെങ്കിൽ അതിലിടപെടുക, നീ ചെയ്ത തെറ്റാണ്, അങ്ങനെ ഒരു തെറ്റ് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ വകുപ്പിൽ അത് വരുന്നറിയോ എന്നൊക്കെ പറഞ്ഞ ലോ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ ഞാൻ അതിനങ്ങനെ ചെയ്തിട്ടേ ഇല്ലെന്ന് പറയും. ഹീറോയിനും നീ ഒന്നും കലർത്തിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അതെടുത്ത് കുടിച്ച് കാണിക്കുന്ന പറയുമ്പോഴത്തേക്കിന് ആ പയ്യനാണെങ്കിൽ അത് മൊത്തം കുടിച്ചിട്ട് അതിൽ നിന്നാണെങ്കിൽ ഒരു റിങ് എടുത്ത് കാണിക്കുക കേട്ടോ. ഇത് കണ്ടത് അവർക്ക് ഒരുമാതിരി ആവാണ്. ഇനി ഞാൻ പ്രൊപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചത് നിന്നെ, അതിനുള്ളിൽ ഇവര് എല്ലാം കൊളാക്കി എന്ന് പറയുമ്പോഴത്തേക്കിനും ആ പെൺകുട്ടിയാണെങ്കിൽ അതൊന്നും സാരില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ പ്രൊപ്പോസലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് രണ്ടുപേരും ഒന്നാവാട്ടോ. ഇവര് രണ്ടും കൂടിയാണ് അതിന്റെ ഇടയിൽ വന്ന് കൊളാക്കി വിട്ടെ. രണ്ടും എന്നിട്ട് കുറെ സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഇവര് 4 പേരാണെങ്കിൽ ഒരുമിച്ച് അന്നത്തെ ടൈമിൽ സ്പെൻഡ് ആക്കാണ്. ഡ്രിങ്കിങ് ഗെയിം ആണെങ്കിൽ ഇവിടെ കളിക്കുന്നുണ്ട്. ഹീറോയിനാണ് മൊത്തം തോറ്റു പോകുന്നത്, അവൾക്ക് ബോധമില്ലാത്തതുകൊണ്ട് അവനാണ് പിന്നെ എടുത്തോണ്ട് പോകുന്നത് കേട്ടോ. എനിക്കും ആഗ്രഹമുണ്ട് നിന്റെ കൂടെ തന്നെ അവസാനം വരെ നിന്ന് ഫാമിലി ആയിട്ട് നിൽക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇവളാണെങ്കിൽ എണീച്ച് വരുമ്പോഴത്തേക്കാണ് അവനോട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എക്സസൈസ് ഒക്കെ ചെയ്യായിരിക്കും കേട്ടോ. അവളെ കണ്ടത് അവിടെ ഇരുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അടുത്തോട്ട് വരുമ്പോഴത്തേക്കിന് അവൾക്ക് ഒരുമാതിരി ആവാണ്. അവളുടെ മുഖത്തുണ്ടായിരുന്നൊക്കെ അവനാണെങ്കിൽ തുടച്ചു കൊടുത്തിട്ട് പിന്നെ രണ്ടുപേരും അവിടെ റൊമാൻറ്റിക് ആയിട്ടിരിക്കും. കുറച്ച് ഡീപ്പായിട്ട് പോവാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് ഇതാണെങ്കിൽ ഹീറോയിന്റെ അമ്മ കാണുകയും ചെയ്യും. ഹീറോയിൻ ആകെ പേടിയാവും കേട്ടോ. അവനാണെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ പിടിച്ചു വെച്ചേക്കുവാണ്. എത്ര നാളായി രണ്ടുപേരും ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്, നീ എവിടെയുള്ള പെങ്കുച്ചെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോ ആണ് എല്ലാത്തിനും ആൻസർ പറയുന്നത്. കുറച്ച് നാളായി ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന്. അപ്പൊ അവളാണെങ്കിൽ ആന്റി എനിക്ക് ക്ലാസ്സിന് പോകാൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടാക്കാന്ന് പറയും. നീ കൊണ്ടാക്കുന്നു വേണ്ട, എനിക്ക് ഇതിനോട് കുറച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ സാരമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം, നീ കോളേജ് വരാൻ മറക്കല്ലെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോവുകയും ചെയ്യും. ഇപ്പൊ എന്തിനാ നിങ്ങൾ തിരിച്ചു വന്നേന്ന് അവൻ അമ്മയോട് ചോദിക്കുമ്പോൾ ഞാൻ വന്നതിനൊരു കാരണമുണ്ട്, നിന്നെയും കൂടി കൊട്ടിക്കൊണ്ട് പോവാണ് എബ്രോഡിലോട്ട്, ബിസി ആണെങ്കിൽ നാളെ നമുക്ക് റെഡിയാക്കാം, നിന്റെ പ്രൊഫസറിനോട് ഞാൻ ഓൾറെഡി എല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഫ്രണ്ട് ആണെങ്കിൽ ഹീറോയിൻ ഒറ്റയ്ക്ക് വരുന്ന കണ്ടിട്ട് എന്തെന്ന് നോക്കുമ്പോഴത്തേക്കിന് അവന്റെ അമ്മയിന്ന് വന്നായിരുന്നു എന്നൊക്കെയാണെങ്കിൽ പറയാട്ടോ. ഹീറോ ആണെങ്കിൽ അവന്റെ പ്രൊഫസറിനെ കണ്ട് പറയാണ് എന്റെ അമ്മയാണെങ്കിൽ എബ്രോഡിൽ പോയിട്ട് പഠിക്കാനൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം, നിനക്ക് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ വരെ ഞാൻ റെഡിയാക്കി എന്ന് പറയുമ്പോഴത്തേക്കിനും എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നോട് നേരത്തെ പറയാതിരുന്നേ, അത് പിന്നെ നിന്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യമില്ല, അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചോ, എന്താ നിനക്കിപ്പോൾ പോകാൻ താല്പര്യം ഇല്ലെന്ന് നോക്കുമ്പോൾ ഇല്ല ഞാൻ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ലെന്ന് പറയും. എന്താ മിയ കാരണമാണോ എന്നാണെങ്കിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മിയ ആണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കിനും ജൂനിയർ പെൺകുട്ടിയാണ് വന്നിട്ട് ആണെങ്കിൽ ഇങ്ങനെ എബ്രോഡിൽ പോകുന്നതൊക്കെ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ഹീറോയിന് കാര്യം അറിയില്ലല്ലോ. അയ്യോ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഒരു ദിവസം ഞാൻ പ്രൊഫസറിനെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് ഹീറോക്കുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ചോദിച്ചേ എന്നാണെങ്കിൽ പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഒരു കോഡ് വന്നത് ഞാൻ പോവാന്ന് പറഞ്ഞാൽ അവളങ്ങ് പോവുകയും ചെയ്യും. ഈ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ നന്നായ ലക്ഷണമൊക്കെ ആട്ടോ, അവള് നല്ല രീതിയിൽ ഇപ്പൊ സംസാരിക്കുന്നത്. വിളിച്ചത് ഹീറോന്റെ ആ ഡിവോഴ്സ് കേസിന്റെ ആ ക്ലയന്റ് ഉണ്ടല്ലോ അവരായിരിക്കും. എന്തിനാ ഇവളെ വിളിച്ചേക്കുന്നത് വെച്ചാൽ നീ ഒരു ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡന്റ് അല്ലേ, എനിക്കൊരു അനിയനുണ്ട് അവനും ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡന്റ് ആയിരുന്നു, ഇപ്പൊ ഫ്രാൻസിലൊക്കെ
ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സെറ്റ് ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും നീ അവനോടൊന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് ആ ചെക്കനെ പിടിച്ച് അവിടെ ഇരുത്തു കേട്ടോ. ഇവിടെ പ്രൊഫസറും ഹീറോക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനും ഒരു പെൺകുട്ടീനാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ചായിരുന്നു. പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഇതേപോലെ എബ്രോഡിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടി. അപ്പൊ ഞാൻ എബ്രോഡിൽ വന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനും ആ പെൺകുച്ചി വേറെ ഒരാളെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്തു. എന്നാലും എന്റെ ലൈഫിലൊരു വാല്യൂ ഉണ്ടായി, കാരണം പഠിപ്പ് കാരണം ഇപ്പൊ ഞാൻ ഈ സ്ഥാനത്തുണ്ട്. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ചിന്തിക്കുക എന്നാണ് പറയുന്നത്. അതായത് പ്രണയൊക്കെ വീണ്ടും ജീവിതത്തിൽ വരും, ആദ്യം പഠിപ്പും ജോലിയാണ് പ്രാധാന്യം എന്നാണ് പറഞ്ഞു വരുന്നത്. ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ പെട്ടി കിടക്കുക, പയ്യനാണെങ്കിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിർത്തുന്നേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഹീറോയിൻ ആണെങ്കിൽ ഫ്രണ്ടിന്റെ അടുത്ത് എടി ഒന്ന് വിളിച്ചെന്നെ രക്ഷപ്പെടുത്തുന്ന പറയുമ്പോഴത്തേക്കിന് അതേപോലെ അവളും വിളിക്കാണ്ട് എന്താ നമ്മുടെ ഹോസ്റ്റലിൽ തീ പിടിച്ച് ഞാൻ ഇതാ വരുന്നു പറയുമ്പോ ആ പയ്യനാണെങ്കിൽ ഒന്ന് കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിന് അവളും പെട്ടെന്നെല്ലാം കുത്തി കയറ്റും കേട്ടോ. ആ ടൈമിൽ ഹീറോ ആണെങ്കിൽ വിളിക്കുന്നുണ്ട്, അവളത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കിന് ഹീറോയിൻ ഇതേപോലെ കഫേലാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവൻ ആ കഫേ ഏതായിരിക്കും എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോ അവൻ അതിന്റെ തൊട്ട് മുന്നിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. ഹീറോയിനെ കാണുവാണ്. ഹീറോയിൻ അവിടുന്ന് പോവാൻ നിൽക്കുന്ന കണ്ടത് അവനാണെങ്കിൽ ഒരു ബായ് പറയുന്ന രീതിയിൽ ഹഗ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് കണ്ട ഹീറോക്കാണെങ്കിൽ ദേഷ്യം വന്ന് അങ്ങ് പോവാട്ടോ. ഹീറോയിൻ ആണെങ്കിൽ ഇറങ്ങാൻ നേരത്തായിരിക്കും ഹീറോ ഇതേപോലെ വിളിച്ച കാര്യം അറിയുന്നേ. അവനെ തിരിച്ചു വിളിക്കാൻ അവനാണെങ്കിൽ കോള് കട്ടാക്കുകയും ചെയ്യും. ഇവൻ ഈ കണ്ട കാര്യം അവൾ അറിഞ്ഞിട്ടുമില്ല. അവൾ എന്നിട്ട് ഹോസ്റ്റലിൽ വന്നിട്ട് അവൻ ഇതേപോലെ എബ്രോഡിൽ പോവാന്ന് പറയുമ്പോഴത്തേക്കിന് ഫ്രണ്ടും പറയാണ് ആഹാ നിന്നെ വെച്ച് കുറെ കറങ്ങിയിട്ട് ഇപ്പൊ അവന്റെ ആവശ്യം വന്ന് അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോവാണോ എന്നൊക്കെയാണ് ഈ ചോദിക്കുക. ഇവനോട് ഭയങ്കര വിഷമിച്ച് കുടിച്ചോണ്ടിരിക്കുമ്പോ ഇവർ ആ മിസ് ഉണ്ടല്ലോ ലവ് കോഴ്സ് ഒക്കെ നടത്തുന്ന അവരങ്ങോട്ട് വന്നിട്ട് നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ അത് തീരെ കൊള്ളത്തില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവനവിടെ ബോധം കിട്ടു വീഴും. ഹീറോയിനെ ഇപ്പൊ ആരെങ്കിലും കൂടെ പറഞ്ഞു വയ്ക്കേണ്ട, അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇവർ രണ്ടൊരു വാൾപേപ്പർ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഹീറോയിനെ തന്നെ വിളിച്ച് പറയാണ് ഇവന് ഇതേപോലെ ഇവിടെ കിടക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞുണ്ട്. അവളങ്ങോട്ട് കൂടി വരുമ്പോഴത്തേക്കിന് നിന്റെ പേരും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പറയുമ്പോ ആരിവനോ കണ്ടിട്ട് കരഞ്ഞ കോലൊന്നും ഇല്ലല്ലോ. കരഞ്ഞിട്ടൊന്നുമില്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞാണ്, പക്ഷെ നിന്റെ പേര് എന്നെ പറഞ്ഞോണ്ടിരുന്നെന്ന് പറയുമ്പോ ബാഗു നമുക്ക് പോവാന്ന് പറഞ്ഞ അവള് വിളിക്കുമ്പോഴത്തേക്കിന് എന്നെ തോടന്റെ അടിക്ക് കുടിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ വന്ന് വിളിക്കുമ്പോ അവനാണെങ്കിൽ അവളുടെ മേത്തിനെ കിടക്കാണ്. അപ്പൊ ആ ടീച്ചറും പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ മനസ്സ് തുറന്നങ്ങ് സംസാരിക്കുക, അപ്പൊ എല്ലാം തീരുന്നു പറഞ്ഞങ്ങ് പോവുകയും ചെയ്യും. എടാ നമുക്ക് വീട്ടിൽ പോവാന്ന് അവനോട് പറയുമ്പോ അവനാണെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, എന്റെ അമ്മേനെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ, അവരെന്നെ നിർബന്ധിച്ചോണ്ട് ഇരിക്കുന്ന പറയുമ്പോ എന്ത് നിർബന്ധിച്ചോണ്ടിരിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്കിന് കുഞ്ഞിന് മുതൽ അവര് പറയുന്ന കാര്യങ്ങൾ എന്നെ ചെയ്യാൻ എന്നെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നേ. ഇപ്പൊ വരെ എന്റെ ഇമോഷൻസോ എന്റെ മനസ്സിൽ എന്താന്ന് പോലെ അവർ കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നും പറഞ്ഞ് ഒമറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് അവനെ പിടിച്ച് തള്ളി വിടും കേട്ടോ. എന്നിട്ട് ഒരു വിധത്തിൽ അവൻ ഓക്കെ ആയതും അവനൊരു സ്ഥലത്ത് കൊണ്ടിരുത്തുമ്പോഴത്തേക്കിന് അവന് ചോദിക്കാണ് ഇന്നത്തെ ഡേറ്റ് എങ്ങനെ പോയി എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൻ തെറ്റിദ്ധരിച്ച കാര്യം മനസ്സിലാവുന്നത്. അവളും പറഞ്ഞു കൊടുക്കാണ് അത് നിന്റെ ആ ക്ലയന്റ് ലേഡിയുടെ അനിയനും കണ്ടാണ് ഞാനുമായിട്ട് അവരെ സെറ്റാക്കാൻ വേണ്ടി നോക്കിയതാ, പക്ഷെ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. പിന്നെ ഹഗ് ചെയ്ത് കണ്ട് നീ പേടിക്കൊന്നും വേണ്ട, കാരണം അവൻ ഫ്രാൻസിലൊക്കെ പഠിച്ച എല്ലാരും അങ്ങനെയൊക്കെ ഗ്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സാധാരണ അല്ലേ എന്നാണ് ഈ പറഞ്ഞിട്ട് നീ എന്നാലും എബ്രോഡിൽ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. അത് ഞാൻ തന്നെ തീരുമാനിച്ചിട്ടൊന്നുമില്ല, നേരത്തെ എന്ന് വെച്ചാൽ ഈ ലവ് എന്നൊക്കെ പറയുന്നത് വെറും വേസ്റ്റ് ഓഫ് ടൈം ആണെന്നൊക്കെ വിചാരിച്ചാണ് നടന്നത്, പക്ഷെ നിന്നെ മീറ്റ് ചെയ്തപ്പോഴത്തേക്കിനും എല്ലാം മാറി മറിഞ്ഞു, അതുകൊണ്ട് എനിക്ക് നിന്നെ വീട്ടിട്ട് പോകാനേ തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരാണെങ്കിൽ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ആക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും അവന്റെ അമ്മയായിരിക്കും കേട്ടുള്ളത്. നീ മീയല്ല എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവളെ പിടിച്ചിരുത്തിയിട്ട് എത്ര നാളായിട്ട് നിനക്ക് ഹൂനെ അറിയാന്ന് വെക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു കോഴ്സ് ഒരുമിച്ചാണ് ചെയ്യുന്നത്, ഒരു സെമസ്റ്റർ മൊത്തം അറിയാന്ന് പറയുമ്പോൾ അപ്പൊ അവന്റെ ഫാസ്റ്റ് ഒന്നും നിനക്ക് അറിയില്ലല്ലേ, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോവാണേ. ആ റൂം നിറച്ച് അവന്റെ ഓരോ മെഡൽസും ട്രോഫീസും സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിരിക്കും. അവന്റെ ലൈഫിൽ ഇതൊക്കെ നേടിയത് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, പക്ഷെ ഈ ഇടയ്ക്കായിട്ട് ഞാൻ പറയുന്നൊന്നും അവൻ കേൾക്കുന്നില്ല. അത് നിന്നെ മീറ്റ് ചെയ്തത് പിന്നെയാണ്. അവന്റെ ഫ്യൂച്ചർ നന്നാവണമെങ്കിൽ അവൻ ആ എബ്രോഡിൽ പോകണം. നീ ശരിക്കും അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നന്നാവണം നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു തീരുമാനം എടുക്കാൻ ഇന്നാണെങ്കിൽ പറഞ്ഞു വിട്ടത്. അവക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇവള് കാരണം അവൻ എപ്പോഴും പോകുന്നില്ല എന്നുള്ള ഇതിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പോരാഞ്ഞിട്ട് അവന്റെ അമ്മ വരെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കൂടി സംസാരിച്ചില്ല, അതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാതെ അവള് വിഷമിച്ചിരിക്കുമ്പോ കറക്റ്റ് ഹീറോ ആണെങ്കിൽ വിളിച്ചിട്ട് നീ എന്റെ അമ്മേനെ കണ്ട് മീറ്റ് ചെയ്തായിരുന്നോ, അമ്മ എന്താ പറഞ്ഞു നോക്കുമ്പോ അവളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അവളുടെ സൗണ്ട് വെച്ച് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്താന്ന് ചോദിച്ചാൽ അവളോട്ട് പറയത്തൂല്ല. അതുകൊണ്ട് നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഈ ബോക്സിംഗ് ഒക്കെ ചെയ്തില്ല അവിടെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ. രണ്ടുപേരും പയ്യ അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മീ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാ ഞാൻ കണ്ടത്, ഞാൻ പഠിക്കുന്നതിനാണ്, നീ എന്തിനാ പഠിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോ എന്താ മീയ പറ്റിയെന്ന് വെക്കുമ്പോഴത്തേക്കിന് അവളും പറയാണ് നിന്നെ എനിക്ക് കാണണ്ടായിരുന്നു, നീ എന്തിനാ ഇത്ര സ്നേഹിക്കുന്ന പോലെ എന്റെ കൂടെ നടന്നത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് അടിക്കുമ്പോൾ അവനാണെങ്കിൽ ഹഗ് ചെയ്യുക കേട്ടോ. നീ എപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് മാത്രമേ നടക്കാറുള്ളൂ. ഒരു പെൺകുട്ടിയുടെ മനസ്സിലെന്താണ് അവളുടെ ഇമോഷൻസ്
ഫീലിങ്സ് എന്താണെന്നൊന്നും നീ മനസ്സിലാക്കാറില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ ഹഗ് ചെയ്തിട്ട് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് അവളാണെങ്കിൽ പെട്ടെന്ന് പറയുക, എന്റെ ജീവിതത്തിൽ ഇത്ര സമാധാനക്കേട് വന്നിട്ടില്ല, അതുകൊണ്ട് നീയായിട്ട് ഇനിയും ഒത്തുപോത്തുന്നില്ല, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് തന്നെ പറഞ്ഞിട്ട് പോകുമ്പോ അവനാണെങ്കിൽ എന്താ മീയാന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഇതിൽ താല്പര്യമില്ല. അവൾ ഇഷ്ടപ്പെടാതെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്. അതിന്റെ വിഷമത്തിലൊക്കെ ഇറങ്ങി നടക്കുന്നത്. ഫ്രണ്ട് ഇത് കണ്ടിട്ട് അവൻ നിന്നെ വിട്ട് പോകുന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് ഡയറക്റ്റ് പറഞ്ഞ പോരെന്ന് നോക്കുമ്പോ ഇല്ല, അവൻ എന്റെ ഫ്യൂച്ചർ നന്നായിരിക്കണം, ഞാൻ കാരണം അതൊരിക്കലും നശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ ലവ് അഡ്വൈസ് കൊടുക്കുന്ന ഒരു കടയൊക്കെ ഉണ്ടല്ലോ, അതുവരെ അവള് പൂട്ടിക്കെട്ടി പോകുമ്പോ അവന്റെ ഓർമ്മകളാണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ഒരു ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ വന്നിട്ട് നിങ്ങളല്ലേ ലവ് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നത് മിയാന്നാണെങ്കിൽ ചോദിക്കുമ്പോഴത്തേക്കിന് ആ പെൺകുട്ടിയോടും പറയാ, ഞാൻ ആ ബിസിനസ് ഒക്കെ നിർത്തി. അതുപോലെ ലവ് എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കേണ്ടതല്ല, അത് നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നേണ്ടതാണ്. പിന്നെ രണ്ടുപേരും മനസ്സിലാക്കി സ്നേഹിക്കുന്നതാണ് അതിലൊരർത്ഥം. അതുകൊണ്ട് ഞാൻ ഇനി ലവിനെ പറ്റി ടീച്ച് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ പുറകെ പോകും, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഹീറോയിൻ ആണെങ്കിൽ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തോടെ അവരെ ക്ലാസ്സും കഴിയും. ടീച്ചറും കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് പോവാട്ടോ. ഇപ്പൊ 3 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. മീ ആണെങ്കിൽ ഇപ്പൊ നല്ലൊരു ഫാഷൻ ഡിസൈനർ ആണ്. അവളെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര മനോഹരമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ലവ് ആണ്. ഒരു ലവോട് എന്ത് കാര്യം ചെയ്താലും അത് പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടാണ് എന്റെ എല്ലാ ഡ്രസ്സ് അടിപൊളിയായിരിക്കുന്നതൊക്കെയാണ് അവള് പറയുന്നത്. ഹീറോ ആണെങ്കിൽ നല്ലൊരു ലോയർ ആയിട്ടുണ്ട്. അവനിപ്പോ ഒരു ക്ലയന്റിനോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാട്ടോ. അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ക്ലയന്റിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. നിങ്ങളെപ്പോലെ ഒരു ലോയറെ കാണുന്നത് ആദ്യമായിട്ടൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കിനും ഹീറോയിൻ അങ്ങോട്ടേക്ക് വരാട്ടോ. ആഹാ, ഇപ്പൊ ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ മനസ്സിലായല്ലോ, ക്ലാസ്മേറ്റ് ഹൂ എന്നാണെങ്കിൽ ചോദിക്കുമ്പോ നീയല്ലേ എന്നെ പഠിപ്പിച്ചത്, ക്ലാസ്മേറ്റ് മിയാന്നാണെങ്കിൽ ചോദിക്കും. അതുപോലെ ഇന്നത്തെ ഇന്റർവ്യൂ ഇങ്ങനെ പോയി നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ പോയി, നീ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഇന്നത്തെ എല്ലാം എങ്ങനെ പോയി നോക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ നിന്നെ കാണാൻ കൊള്ളാന്ന് പറയും. അപ്പൊ എപ്പത്തെയും പോലെയല്ല, എപ്പോഴും എന്നെ കൊള്ളത്തില്ലായിരുന്നോ എന്നാണ് ഈ ചോദിക്കുമ്പോൾ അവന്റെ ടൈ പിടിച്ച് കിസ് ചെയ്തിട്ട് നിന്നെ എപ്പോഴും കാണാൻ രസമാന്ന് പറയും. അപ്പൊ ഹീറോ ആണെങ്കിൽ ഇന്നെന്റെ വൈഫ് ഒരുപാട് ജോലി ചെയ്തില്ലേ, അതുകൊണ്ട് ഇന്ന് എന്റെ ഭാഗം ഒരു ഡിന്നർ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോകാട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും എപ്പോഴും എങ്ങനെ ഒന്നായി എന്നൊക്കെ കാണിക്കുകയാണിപ്പോ. സംഭവം അന്ന് മിസ്സാണെങ്കിൽ ക്ലാസ് ഒക്കെ തീരാൻ പോവാന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് ഹീറോ ആണെങ്കിൽ അവിടേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. അവൻ എബ്രോഡിൽ പോകാൻ നേരത്ത് പെട്ടെന്ന് അവന്റെ മനസ്സ് മാറിയിട്ട് അമ്മ ഞാൻ എബ്രോഡിൽ പോകുന്നില്ല എന്ന് പറയുമ്പോ ഇത് നിന്റെ ശരിക്കുള്ള തീരുമാനമാണ്, നിന്റെ ലൈഫ് തന്നെ ഇല്ലാതാവും ഈ ഒരു തീരുമാനം കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് അമ്മ എനിക്ക് ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു, ആരെന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ മിയനെ കണ്ടപ്പോഴാണ് ജീവിതം ഇത് മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്കിവിടെ പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് നിന്റെ ശരിക്കുള്ള തീരുമാനമാണെന്ന് നോക്കുമ്പോഴത്തേക്കിനും അത് ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. എബ്രോഡിൽ പോകാൻ വേണ്ടിയിട്ട് ഇനിയും എനിക്ക് കഷ്ടപ്പെട്ട അവസരങ്ങൾ തേടി വരും. പക്ഷെ മിയനെ എനിക്ക് നഷ്ടപ്പെട്ട അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അവളെ വേണം എന്നാണ് ഈ പറഞ്ഞത്. അമ്മയ്ക്ക് മനസ്സിലായിട്ട് അവനെ അമ്മ തന്നെയാണ് അവളുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടത്. അവളുടെ അടുത്തോട്ട് അവൻ ഓടി വരുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ടൈം ഇവളെ കണ്ടത്, സംസാരിച്ചത്, ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് അവൻ ആ ക്ലാസ്സിന്റെ ഉള്ളിലോട്ട് കയറി വന്നേ. ഫ്രണ്ട് ആണെങ്കിൽ മിയനെ പിടിച്ച് തള്ളി വിട്ടിട്ടുണ്ടാവും കേട്ടോ. അവളവിടെ വന്നു നിന്നത് അവന് വന്നിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണെങ്കിൽ ഒന്നായതായിരിക്കും കേട്ടോ. ടീച്ചർ വരാണെങ്കിൽ ഇതോടെ ഈ ലവ് ക്ലാസ് ആണെങ്കിൽ കഴിയുന്നെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടുള്ള ഈ മൂമെന്റിൽ എടുത്ത ഫോട്ടോയാണ് ഹീറോ അവന്റെ ടേബിളിൽ വരെ വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ കാണിക്കാണ്. ഹീറോ ആണെങ്കിൽ അന്ന് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോഴാണല്ലോ ഹീറോയിനെ കാണുന്നത്. അവൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അന്ന് അവൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ മാസ്ക് ഊരിയിട്ട് ഇവിടെ ചിരിക്കുന്നതായിട്ട് ഒരു ഷോട്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ ഇവിടെ കഴിയുന്നത്. എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് ഇടാൻ മാത്രം മറക്കല്ലേ. ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ കമന്റ് ചെയ്ത് പറയാ. അടുത്ത ഇതേപോലെ ഏത് ഡ്രാമ ഇടുന്ന് കമന്റ് ഇട്ട് പറഞ്ഞ് നമുക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പം നല്ലൊരു ഡ്രാമ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.